ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റണം. യഹ്ബബുക്കുമുല്ലാഹു, അല്ലാഹു അപ്പം നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ദോഷങ്ങളെ പുറത്തു തരും. ഇതിൻ്റെയൊക്കെ ചില ഉള്ളർത്ഥങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഇതിൻ്റെ ഉള്ളർത്ഥങ്ങൾ എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഉള്ളർത്ഥം? അബ്ദും മഅബൂദും തമ്മിൽ അബ്ദിന് മഅബൂദല്ലാത്ത ലക്ഷ്യമുണ്ടാവും. അപ്പോൾ അബ്ദും മഅബൂദും തമ്മിൽ അകന്നു നിൽക്കും. പിന്നെ അബ്ദ് മഅബൂദിലേക്ക് തവജ്ജുഹാവും. തവജ്ജുഹാകുമ്പോൾ ആ മറയെ മഅബൂദ് ഉരുക്കിക്കളയും. അതിനാണ് മഗ്ഫിറത്ത് പറയുക. അല്ലാതെ ഇവിടെ ഈ വാക്കുകൾ തമ്മിൽ ബന്ധപ്പെടുത്താൻ എന്ത് ന്യായമുള്ളത്? മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ പള്ള നിറച്ച് ഈ ക്ലാസ്സിലൊരു 10 ആഴ്ചയെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ടാവും. ഈ ഒരായിട്ട് ഭയങ്കര ആയിട്ടാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ അല്ലാഹു തആലക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റിയും ദോഷം പുറത്തുതരാം, ഇതൊക്കെ തമ്മിൽ ഒരു പ്രത്യക്ഷത്തിൽ നോക്കിയ ഒരു ബന്ധമില്ലാത്ത വർത്തനാണ്. പക്ഷേ ഇത് തമ്മിൽ വലിയ ബന്ധമാണ്. എന്താണ് ഈ ബന്ധത്തിന് അടിസ്ഥാനം? അബ്ദും മഅബൂദും തമ്മിലുള്ള അകൽച്ച. ഈ കാരണമായിട്ട് അബ്ദ് മഅബൂദിനെ തൊട്ട് തിരിഞ്ഞളയും. അബ്ദ് മഅബൂദിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ മഅബൂദ് എന്തും ചെയ്തു നടക്കും. അപ്പോൾ അവൻ ദോഷിയാവും. പിന്നെ അബ്ദ് മഅബൂദിലേക്ക് തവജ്ജുഹാവും, തിരിഞ്ഞേക്കും. തിരിഞ്ഞപ്പോൾ തന്നെ ഒരു ചാണെടുത്താൽ മുഴയെടുക്കുന്നവനാണല്ലോ അല്ലാഹു തആല. അപ്പം ഈ മഞ്ഞുരുക്കി കളയും പോലെ ദോഷം ഉരുക്കിക്കളയും. ദോഷം ഉരുക്കിക്കളഞ്ഞാൽ എന്താവുന്നറിയോ? അബ്ദും മഅബൂദും തമ്മിൽ അകലല്ല. അറിയോ? മനസ്സിലാവേണ്ട പറഞ്ഞാൽ അവർ തമ്മിലുണ്ട് അടുക്കും. പിന്നെ അകന്ന് പോകാൻ കഴിയാത്ത വിധത്തിലുണ്ട് അടുക്കും. പക്ഷെ എന്ത് വേണം? മഹബത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ? മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിലടിമത്താണ്. പെണ്ണുങ്ങളെ പീടിയിൽ പോയാണ്ട് നമ്മളോട് പറഞ്ഞ് നിങ്ങളൊരു കിലോ ഇറച്ചി വാങ്ങിക്കൊണ്ടിരുന്ന, നമ്മൾ പീടിയിൽ പോയി ഇറച്ചി വാങ്ങിക്കൊണ്ട് ഇറച്ചി വാങ്ങി പരിയിലെത്തിയപ്പോൾ ഓള് പറഞ്ഞ് നിങ്ങൾ പച്ചമുളകില്ല ഇവിടെ, ദേശം പച്ചമുളക് വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പം നമ്മൾ പച്ചമുളക് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങാടിയിൽ നിന്ന് പച്ചമുളക് വാങ്ങി പരി കൊണ്ടി കൊടുത്തു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഉപ്പില്ലല്ലോ, ലേശം ഉപ്പ് കൊണ്ടിരുന്നു. ഞങ്ങൾ ഉപ്പ് വാങ്ങി പോയിട്ട് ഉപ്പ് വാങ്ങി കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ചുവന്നുള്ളിക്ക് ലേശം കമ്മിട്ട് അത് പോയി കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ചുവന്നുള്ളി വാങ്ങിക്കൊണ്ടു കൊടുത്തു. ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഓള് പറഞ്ഞ് എണ്ണ കമ്മിയാണല്ലോ, വെളിച്ചെണ്ണ അല്ലല്ലോ, ഞങ്ങൾ വെളിച്ചെണ്ണ ഇറച്ചി കൊണ്ടിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണ വന്നു. വെളിച്ചെണ്ണ കൊണ്ടുവന്നാണ് ഓളെ കഴുകി കൊടുത്തത്. അങ്ങനെ ഓളെ ഇറച്ചി കഴുകി തീമ വെച്ച് അത് തിളക്കുന്നതിനിടയിൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞേ അല്ലാ പപ്പടം പൊരിക്കണമല്ലോ, പപ്പടം കാണപ്പെടില്ലല്ലോ, പപ്പടം കൊണ്ടിരുന്ന പപ്പടത്തിന് പോയി. ഒരു ചോറ് തിന്നപ്പോഴത്തിന് ഇവള് നമ്മളെ 20 വട്ടം പീടിയൊക്കെ നടത്തി. എന്താ അതിന് കാരണം? എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? ഓക്ക് അന്തല്ലേ, ഓക്ക് നല്ല അന്തണ്ട്. എന്താ കാരണം? ഓനന്തല്ലായ്മ, ഓനും അന്തണ്ട്. ഓൾക്കും അന്തണ്ട്, ഓനും അന്തണ്ട്. നിങ്ങൾ പറയല്ലേ ഓനെന്തല്ല? ഓനല്ല അന്തണ്ട്. ഓൻ എന്നെ എന്തല്ലല്ലോ വേണ്ട, ഓൻ്റെ അന്തല്ല വേണ്ട, ഓനാ അന്തണ്ട്. എന്തതിൻ്റെ കാരണം? കാരണം സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അടിമത്തുണ്ടാവും.
ഒരൊറ്റ വാക്ക് ചോദിക്കൂല. അതൊക്കെ എനിക്ക് ഒറ്റവട്ടം പറഞ്ഞാൽ പോരെ, ചോദിക്കൂല. കുറച്ച് നിങ്ങൾ അങ്ങാടി ഒറ്റ പോയി വരി എന്ന് പറഞ്ഞാൽ ഓൻ പോയി വരും. കാരണം സ്നേഹമാണ്. ഈ തൊട്ടടുത്ത ആയത്ത് അത്തിയുള്ളാഹ് വാത്തിയുർ റസൂലാന്നാ. ഇപ്പം പറഞ്ഞ ഉടനെ പിന്നെ പറഞ്ഞ അത്തിയുള്ളാഹ് വാത്തിയുർ റസൂലാന്ന്. മഹബത്തുണ്ടെങ്കിൽ ഹിതായത്തുണ്ടാവും, ഹിതായത്തുണ്ടെങ്കിൽ മഹബത്തും ഉണ്ടാവും. ബാക്കിയൊക്കെ നാടകമാണ്. ബാക്കിയൊക്കെ നാടക ഹെ നാടക. ഇസ്മേ കുച്ച് ബാത്ത് നഹീ. സ്നേഹം ഉണ്ടെങ്കിൽ അടിമത്തുണ്ടോ? അടിമത്താണ് കാണുന്നത്. ആര് പറഞ്ഞു ഓനെന്തല്ല? ഓനെന്തുണ്ട്? ഓൻ്റെ എന്തെന്താ? ഓളോട് ആദ്യം വിട്ട സ്നേഹം. അതിനെന്താ കാരണം? അതിൻ്റെ കാരണം ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ, നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയില്ല. ഇതിന് കാരണമുണ്ടോ? നാട്ടിൽ പെണ്ണുങ്ങൾ വേറല്ലേ? നാട്ടിൽ പെണ്ണുങ്ങൾ വേറില്ലാത്തതുകൊണ്ടാ? ഒരു പെണ്ണിൻ്റെ അടിമയാണ് നാട്ടിൽ പെണ്ണ് വേറില്ലാത്തതുകൊണ്ടാ? ഈ ലോകത്തെ അടിമകളാ എത്രയോ ആണുങ്ങളാ പെണ്ണുങ്ങളെ അടിമകളായിട്ടുണ്ട്. നാട്ടിൽ പെണ്ണ് വേറില്ലാത്തതുകൊണ്ടാണോ ഒരു പെണ്ണിൻ്റെ അടിമയായത്? അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താന്ന് ഓന് തിരിയും, നമ്മക്ക് തിരിയില്ല. കൈ പൊള്ളിയാലും വീടിൻ്റെ അവസാനത്തെ കുറ്റിയും പിന്നെയും വലിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ വീട് നാട്ടിൽ കിട്ടാല്ലേ? പൈസ അല്ലേ? പൈസയുണ്ട്, വീട് നാട്ടിൽ കിട്ടാനുണ്ട്. പിന്നെന്തേ കൈ പൊള്ളിയിട്ട് വലിച്ച്? അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. അതിന് ലതത്തുണ്ട്. ആ ലതത്ത് പറഞ്ഞുതരാൻ കഴിയില്ല. അത് ആ ബീഡി കുറ്റി നിങ്ങളാണ് വലിച്ചു നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് വേണമെന്ന് പറയാൻ പറ്റില്ല. അതൊരു രസമാണ്. അടിമ ഉടമക്കാരിൽ നിന്ന് അനുഭവിക്കുന്ന രസമാണ് ഇത്തായത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ഷെറഫിൽ, മഹബത്തിൻ്റെ ഷെറഫിൽ വ്യാപൃതനാണ് ആരിഫീങ്ങൾ. അവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അവർക്ക് അവിടെ വിട്ടുപോകാൻ കഴിയില്ല. തേനീച്ചയും റാണീച്ചയും തമ്മിലെന്തേ? റാണീച്ച വേറെ എവിടെയും കിട്ടാല്ലേ? എന്താ റാണീച്ച? എൻ്റെ അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ റാണീച്ച? പിന്നെന്താ തേനീച്ച അതിൻ്റെ പിന്നാലെ പായുന്നത്? അത് ഇത്തായത്താണ്. റാണി ആരക്കായി പറ്റൂല, പണിയെടുക്കൂല. റാണി കൽപ്പിക്കുക. തേനീച്ചക്ക് ഒരു മിനിറ്റ് ആ റാണീച്ച സമ്മതിക്കൂല. പക്ഷെ തേനീച്ചക്ക് ഭയങ്കര സ്നേഹമാണ് ആരോട്? റാണീച്ചോട്. അതന്നെ ഇത്തായത്ത്. മഹബത്തുണ്ടെങ്കിൽ ഇത്തായത്തുണ്ടാവും, ഇത്തായത്തുണ്ടെങ്കിൽ മഹബത്തുണ്ടാവും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സുബഹി നിസ്കരിക്കാൻ പറഞ്ഞു. ളുഹർ നിസ്കരിക്കാൻ പറയുമ്പോഴത്തേന് തന്നെ നമ്മൾ കുറച്ചാളുകൾക്ക് ദേഷ്യം വന്നു. അള്ളാഹ്ക്ക് തന്നെ പണിയുള്ളൂ. ഒരു കിലോ ഇറച്ചി കൊണ്ട് ഇറങ്ങും. അതുകൊണ്ടെന്ന് പച്ചമുളകിന് ഇറങ്ങാക്കുമ്പോൾ ചൂടാവും. ഇവന് സ്നേഹമില്ലെങ്കിൽ എന്താ ആദ്യം തന്നെ പറഞ്ഞൂടെ? നീ ഇയാളെ പോയിക്കോ, എനിക്കൊഴിവില്ല. നാട്ടിൽ പെണ്ണുങ്ങൾ വേറെയും കിട്ടാണ്ട്. കറക്റ്റാണ് പറഞ്ഞത്. നാട്ടിൽ പെണ്ണുങ്ങൾ വേറെ കിട്ടാനില്ല. പച്ചമുളകിനാണോ? നാട്ടിൽ പെണ്ണുങ്ങൾ വേറെ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ഓളപ്പുറത്ത് കിട്ടാനില്ല അടയന വായന. നാട്ടിൽ പെണ്ണ് വേറെ കിട്ടാനില്ല, അവളുമായി അവന് ബന്ധപ്പെട്ട ഒരു തലണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അത് എന്താണ് കാരണം അറിയാൻ കഴിയില്ല. അതിൻ്റെ എവിടെയാണ് അതിൻ്റെ ലദ്ദത്ത് കിടക്കണമെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കണമെന്നാവില്ല അതിൻ്റെ ലദ്ദത്ത് വേറെന്തോ. ഞാൻ അപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കിലോ ഇറച്ചി വെച്ചപ്പോഴത്തിന് 20 വട്ടം അങ്ങാടി കാട്ടി ഇവനെ പറഞ്ഞില്ലേ? പറയും മനുഷ്യന്മാരെ, നിങ്ങളെങ്ങനെ കടന്നുറങ്ങണ ഈ ക്ലാസ്സിന് വന്നിട്ട്? 1 കിലോ ഇറച്ചി വെച്ചപ്പോഴത്തിന് 20 വട്ടം അങ്ങാടി കാട്ടി ഈ ഫൈസലിനെ, ഈ അബ്ദുറഹ്മാനെ. എന്നാ ഫൈസൽ മോശക്കാരനാണോ? അല്ല. പള്ളി കമ്മിറ്റി ജനറൽ ബോഡിയിലൊക്കെ പറഞ്ഞ വർത്തമാനം അങ്ങനെ കേട്ടാൽ വല്ല ജലാലുദ്ദീൻ റൂമിയാണോ ഓനും തോന്നിപ്പോവും. ആ ജാതി തത്വജ്ഞാനുള്ള വർത്തമാനം പറയും. പക്ഷേ പെണ്ണുങ്ങൾ പറഞ്ഞാൽ 25 വട്ടം അങ്ങാടിക്കും. എന്തുകൊണ്ട്? സ്നേഹമുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ വൈപ്പടില്ല. സ്നേഹം വൈപ്പടാ ഇഷ്ടം. ഓള് 25 സാധനം ഒരു വട്ടം പറയുന്നതിനേക്കാൾ ഓനിഷ്ടം ഓള് 25 വട്ടം 25 സാധനം പറയലാണ്. എന്നിട്ട് ഓരോ വട്ടം ഓക്ക് വേണ്ടി പോയി വരലാണ്.
നമുക്ക് അള്ളാഹു തആല സുബഹി കൽപ്പിച്ച് ളുഹർ കൽപ്പിക്കുമ്പോൾ ദേഷ്യപ്പെടുക. എന്ത്? അള്ളാഹ്ക്ക് മുക്കരിക്കാക്കാർക്ക് തന്നെ പണിയുള്ളൂ. അല്ലാത്തവർക്ക് വിഷമം തോന്നാണ്. എന്ത്? 6 മണിക്ക് വേറെ നിസ്കാരം ഉണ്ടാക്കി കൂടായിരുന്നോ? 7 മണിക്ക് വേറെ നിസ്കാരം ഉണ്ടാക്കി കൂടായിരുന്നോ? 8 മണിക്ക് വേറെ നിസ്കാരം ഉണ്ടാക്കി കൂടായിരുന്നോ? 9 മണിക്ക് വേറെ നിസ്കാരം ഉണ്ടാക്കി കൂടായിരുന്നോ? 10 മണിക്ക് വേറെ നിസ്കാരം ഉണ്ടാക്കി കൂടായിരുന്നോ? ആയുസിൽ ഒരു ഹജ്ജ് വാജിബാക്കിയപ്പോൾ തന്നെ ചില ആളുകൾക്ക് ദേഷ്യം. മക്കത്ത് പോയാൽ അതൊക്കെ എന്തിനപ്പ അങ്ങനെയൊക്കെ നിർബന്ധം ഉണ്ടാക്കണം അല്ലാഹു തആല? എന്നാലോ ചില ആളുകൾക്ക് എന്ന ഹജ്ജാണ്. ഒരു ഹജ്ജിന്റെ വിഷയം ഹജ്ജ് വിടുന്നല്ല, അവരെന്നും ഹജ്ജിലാണ്. ഹജ്ജ് എന്നാൽ തഅലീം ചെയ്യുന്ന ആളെ കസ്തിയിലാണല്ലോ എന്ത്? ഹജ്ജ്. ലിന്നാസി ഹജ്ജുൻ വലി ഹജ്ജുൻ ഇലാ സക്കനി തുഹദല്ലാഹി വഅഹദി മുഹ്ജതി വദമി. തഹല്ലുലില്ല. ലിന്നാസി ഹജ്ജുൻ വലി ഹജ്ജുൻ ഇലാ സക്കനി തുഹദല്ലാഹി വഅഹദി മുഹ്ജതി വദമി. ഹജ്ജിന്റെ ബൈത്ത. ലിന്നാസി ഹജ്ജുൻ, എല്ലാ ജനങ്ങളും ഹജ്ജുണ്ട്. വലിയ ഹജ്ജുൻ ഇലാ സക്കനി, എനിക്ക് എൻ്റെ പൊരിയത്തന്നെ ഹജ്ജാണ്. തുഹദൽ അല്ലാഹി, ഉളഹിയത്തിന്റെ മൃഗങ്ങളെ എല്ലാവരും കൊണ്ടേ ബലിയറുക്കും. ഉഹദി മുഹ്ജത്തി, ഞാൻ എൻ്റെ ജീവിതം തന്നെ ബലിയർച്ചിരിക്കുകയാണ് അല്ലാഹു തആല. വദമി, എൻ്റെ രക്തവും. ഞാൻ എൻ്റെ ആയുസ് തന്നെ അള്ളാഹ്ക്ക് വേണ്ടി ബലിയർച്ചു കഴിഞ്ഞു. എനിക്ക് അള്ളാഹിനോട്ട് പോകാൻ കഴിയില്ല. ഞാനും അള്ളയും തമ്മിൽ അത്ര ബന്ധത്തിലാണ്. എനിക്ക് തഹല്ലുലില്ല. എനിക്ക് മുടി മുറിച്ചാൽ തഹല്ലുലാവൂല. ഞങ്ങൾ തമ്മിൽ ഒരു അകലമില്ല, വിട്ടുപോകാൻ കഴിയില്ല. രണ്ടാമത്തെ ഹജ്ജിന് വരണമെങ്കിൽ ഒന്നാമത്തെ ഹജ്ജ് കഴിഞ്ഞ് പോകണ്ടേ? പിന്നെ ഹജ്ജ് കഴിഞ്ഞ് പോകാൻ കഴിയില്ല. ഞാനും തമ്മിൽ അത്ര ബന്ധത്തിലാണ്. നമ്മളെ പോലത്തെ ഒരാൾക്ക് എന്തുകൊണ്ട്? അതാണ് ഈ പറഞ്ഞത്. 7 വട്ടം ചുറ്റല് നിർബന്ധാക്കിയപ്പോൾ നമുക്ക് ബേജാറാകാണ്. എൻ്റെ ഒരു ഇഫാദത്തിന് തവാഫൊക്കെ കഴിഞ്ഞിട്ടുമായത് 2 മണിക്കൂറാവും. അവർക്ക് 70,000 തവാഫ് ചെയ്താൻ പറഞ്ഞാൽ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർ അല്ലാഹു തആലക്ക് മഹബത്താണ്, മഹബത്തി താഴത്താണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഹുനൈസയുടെ പട്ടിയെ പിടിച്ച് ചുംബിക്കാണില്ല കൈസ്. ഹുനൈസയുടെ പട്ടിയെ പിടിച്ച് കൈസ് ചുംബിക്കാണ്. നാട്ടിലുള്ള പട്ടിനെ മുഴുവനും കൈസ് ചുംബിക്കോ? ഇല്ല. ഹുനൈസയോട് ഭയങ്കര ഇഷ്ടമാണ്. ഹുനൈസയുടെ പട്ടിയെ പിടിച്ച് ചുംബിക്കുകയാണ് കൈസ്. എന്തുകൊണ്ട്? അത് ഹുനൈസയുടെ പട്ടിയാണ്. ചിലപ്പോൾ അവളെ മടി കയറി കുത്തിർക്കും, ചിലപ്പോൾ അവളെ വലം വെച്ച് നടക്കും, ചിലപ്പോൾ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ, അവളെ കൊട്ടാരത്തിൽ ഉലാത്തുമ്പോൾ അവളെ പിന്നാലെ ഓടും. കൈസ് ദൂരം നോക്കി നിൽക്കും. കൊട്ടാര വളപ്പിന്റെ പുറത്തേക്ക് പട്ടിയെ കിട്ടിയാൽ, എനിക്ക് ഈ പട്ടിയാൻ കഴിഞ്ഞില്ല, നല്ല കയ്യിലുള്ള ബേജാറിലാണ് ആരുള്ളത്? കൈസുള്ളത്. എന്താണ്? മഹബത്തുണ്ടെങ്കിൽ എന്തു ചെയ്യും? അപ്പൊ മഹബത്തിൽ നിന്ന് ഇത്താഴത്തുണ്ടായാൽ ഇത്താഴത്ത് മുക്റഹാവൂല. നിർബന്ധ സാഹചര്യത്തിൽ അമലിയാണ് നമ്മൾ. എന്തുകൊണ്ട്? നമ്മളുടെ അമൽ എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അനിൽ മഹബത്തല്ല, ഇബാറത്തുൻ അനിൽ അമ്രാണ്. കൽപ്പന കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടല്ല? എന്താണോ ഇറങ്ങുന്നത്? ഞാൻ ഈ 2 ആയത്ത് കൂട്ടിമുട്ടിച്ച് തരാണ്. ഇത് 100 കൊല്ലം പറഞ്ഞാൽ തീരൂല. എല്ലാതിൻ്റെ ഉള്ളിലുണ്ട്, എല്ലാം ഈ 2 ആയത്തിലുണ്ട്. അള്ളാഹുവിനോട് സ്നേഹമില്ലാത്ത കാലത്തോളം നമ്മൾ നിസ്കരിച്ചാൽ നിർബന്ധ സാഹചര്യത്തിൽ നിസ്കാരവും കുടുങ്ങിയിട്ട്. നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? 2 ആള് കലക്ടർ ഓഫീസിൽ പോയി റമദാൻ മാസത്തില്. കലക്ടർ ഓഫീസിൽ ക്യൂ നിൽക്കുമ്പോൾ ഒരുത്തൻ കുഴങ്ങി. അങ്ങനെ മറ്റവനോട് പറഞ്ഞ എന്ത് നടന്ന കാര്യമാണ്? എനിക്ക് ചോറുന്നാണ്, എനിക്ക് കുഴങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ. ചോറുന്നാൻ വേണ്ടി അവൻ കുഴങ്ങിയത്. അങ്ങനെ കുഴങ്ങേണ്ടതൊന്നുമില്ല.
കലക്ടർ ഓഫീസിലെ ക്യൂവിൽ ലേശം നിന്നപ്പോഴത്തിന് എന്തായി, ഒരുത്തനെ കുഴങ്ങിയ ക്യൂവിൽ നിന്ന് കുഴങ്ങി എനിക്ക് ചോറ് തന്നു. അങ്ങനെ രണ്ടാൾ കുടുങ്ങിയില്ല. ഒരുത്തൻ നോമ്പുണ്ട്, ഒരുത്തൻ നോമ്പ് മുറിക്കാൻ വേണ്ടി രണ്ടാൾ ഹോട്ടലിൽ കയറി. ഇത് നോമ്പായിരുന്നാണ്. അങ്ങനെ ചോറ് പറഞ്ഞ് അങ്ങനെ കറി പറഞ്ഞ് വെക്കണീൻ്റെ ഇടയിൽ ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബ്ബാൻ ചോദിച്ച് തിന്നണോ ചോദിച്ച്, ഇക്കൊല്ലം നമുക്ക് 30 കിട്ടൂലേ എന്ന്. എന്നോട് മറ്റം വന്ന് പറയണേ, ഓ അങ്ങനെ കുഴച്ചുകൊണ്ട് ഞാൻ ഓൻ്റെ ആ ചോദ്യം ആ ഉരുളി ഞാനൊന്ന് 2-3 വട്ടം നോക്കി. അള്ളാഹ് വേണ്ട വെച്ചാൽ നമുക്ക് ഈ കൊല്ലം 30 കിട്ടൂലേ. കുഴക്കാണ്. കുഴക്കുമ്പോഴാ എന്ത് പറയുന്നത്, അള്ളാഹ് വേണ്ട വെച്ചാൽ നമുക്ക് കൊല്ലം ഓനിഞ്ഞ് 300 നോമ്പ്. ഓനെന്താ പ്രശ്നം? ചിന്തിക്ക്. അതന്നെ പ്രശ്നം, അതന്നെയാണ് വിഷയം, അത് തന്നെയാ പ്രശ്നം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കാന മുത്തിഅൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി ഭയങ്കര മുത്തിഅൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇദാ അമറഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അഹദൻ ഔ സമിഅ മിൻഹു അംറൻ ഇൻ കാന അമറഹു അം ലാ ഇദാ സമിഅ മിൻഹു അംറൻ മിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതിഅ. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഭയങ്കര മഹാപണ്ഡിതനാണ്, അൻസാരിയാണ്. കാന അശ്ഹറൻ നാസി ബിൽ ഖുത്ബിൽ മശ്ഹൂറ. വളരെ പ്രസിദ്ധമായ അനവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ആര്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഭയങ്കര പ്രസംഗകനാണ്. പ്രസംഗങ്ങനെ തരിച്ചു ജനങ്ങൾ. യുദ്ധക്കളത്തിൽ നിന്ന് നമുക്ക് യുദ്ധം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള അവസ്ഥയിലെത്തിയാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ് നബി ഇല്ലെങ്കിൽ പ്രസംഗിക്കുക. അബ്ദുല്ലാഹിന്റെ പ്രസംഗം കേട്ടാൽ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്രയും വലിയ പ്രഭാഷകനാണ് ആര്? കാന മുത്തിഅൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് വരിക. അങ്ങനെ പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. ഖരീബൻ മിൻ ഫനായിൽ മസ്ജിദ്, പള്ളിയുടെ മുറ്റത്തിന്റെ അടുത്ത് പുറത്താണ്. പുറത്തങ്ങനെ നടന്നു വരിക. ഫിൽ ലഹീറത്തി, ഉച്ചനേരം അങ്ങനെ വരികയാണ്. ഫസമിഅ ഖുത്ബത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അലൽ മിംബരി. ഹബീബായ റസൂലുള്ളാഹി മിംബർ കയറി പ്രസംഗിക്കണ കേട്ടു. ആര്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. വെള്ളിയാഴ്ചയല്ല, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടി മിംബർ കയറി. فقال النبي صلى الله عليه وسلم وهو سمع النبي صلى الله عليه وسلم وهو يقول جلسوا. ഇരിക്കവിടെ എന്ന് പറയുന്നുണ്ട് പ്രസംഗത്തിനിടയിൽ. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فلما سمع صوت رسول الله صلى الله عليه وسلم اجلس فجلس في الظهيرة. നട്ടുച്ച നേരത്തെ മരുഭൂമിയിലാണ്. വലം യതഹറക മിൻഹാ, അവിടുന്ന് പിന്നെ അനങ്ങിയില്ല. ഹത്താ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുമു നസല്ലി. എനിക്ക് നമുക്ക് നിസ്കരിക്കാൻ റസൂൽ പറയുന്നത് വെയിലത്തണി. അതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അതാണ് അത്തിയുല്ലാഹ, അതാ മഹബ്ബത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നട്ടുച്ച വെയിലത്ത് പുറത്ത് മരുഭൂമിയിലാണ് ഇരുന്നു. ആര്? അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു. അവിടെയാണ് ഇരുന്നത്. കാരണം സമിഅ ഖൗലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖ്തുബു. റസൂലുള്ളാഹി പ്രസംഗിക്കും പറയുന്നുണ്ട് ഇജ്ലിസു, ഇരിക്കുവീൻ എന്ന് റസൂലുള്ളാഹി പറയുന്നത് ആര് കേട്ട്? അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു അൽ അൻസാരി. അപ്പോൾ അദ്ദേഹം പള്ളിയുടെ വളരെ ദൂരെയാണ്. നേരിയ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇജ്ലിസു, ഇരിക്കുവീൻ. ഫജലസ്, അവിടെയാണ് വെയിലത്തിരിക്കുക. വലം യതഹറക മിൻഹാ, ഒരു ശിബ്ർ ചനങ്ങില്ല. അവിടെ ഹത്താ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുമു നസല്ലി. എണീക്ക്, നമുക്ക് നിസ്കരിക്കാം എന്ന് പറയുന്നത് വരെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഈ ഖുത്ബ മുഴുവനും കേട്ടത്, പ്രസംഗം മുഴുവനും കേട്ടത് നട്ടുച്ച വെയിലത്താണ്. കാന മുത്തിഅൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയുണ്ട്? ഇതാണ് മഹബ്ബത്ത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബിബുക്കുമുല്ലാഹ്. പിന്നെ അടുത്ത ആയത്താണ് എന്ത്? അടുത്ത ആയത്ത് ഖുൽ അത്തിഉല്ലാഹ
വറസൂല ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷേധം വന്നാൽ അവർക്ക് ഭയപ്പെടാൻ കഴിയില്ല. ആ നിഷേധികളെ അള്ളാഹ് സ്നേഹിക്കില്ല. അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും, കാര്യങ്ങൾ ഭയപ്പെടും. ഭയങ്കര ബന്ധമുള്ള വർത്താനാണ്. നല്ല ചായ കുടിച്ച് ഒരുങ്ങി നിന്ന് വർത്താനം പറയണം, എന്നാലേ ഈ ആയത്ത് മനസ്സിലാവുള്ളൂ. ഈ ആയത്ത് ഭയങ്കര വർത്താനം അഭി പറഞ്ഞത്. അതായത് അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലിനെ പിൻപറ്റണം. മനസ്സിലായില്ലേ? പറഞ്ഞത് ഞങ്ങളെ ദോഷം അല്ലാഹു തആല, നിങ്ങൾ അല്ലാഹു തആല സ്നേഹിക്കും, ദോഷം പുറത്തുതരും. പിന്നെ പറയുന്നത് അത്തിയുള്ളാഹു അത്തിയു റസൂല, നിങ്ങൾ അല്ലാഹു റസൂലിനും വഴിപ്പെടണം. ഫൈൻ തവല്ലോ, ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ, അതായത് അല്ലാഹു റസൂലിന് വഴിപ്പെടാതെ പിന്തിരിഞ്ഞു പോയാൽ ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഇവിടെ കാഫിറിനെ പറ്റി എന്തിനാ പറയുന്നത്? ഇവിടെ കാഫിറിന് എന്ത് വർത്താനം ഇവിടെ പറയുന്നത്? അതിനൊരു അർത്ഥമുണ്ട്. എന്ത്? ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈമാൻ കേറാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പിന്തിരിഞ്ഞു പോണ് ഇതായത്ത് ചെയ്യാതെ. അപ്പൊ ഇവരുടെ മഹബത്ത് ആരിൽ ബന്ധിച്ചിട്ടില്ല? അള്ളാഹുവിനും റസൂലിനും. ബന്ധിച്ചിരുന്നെങ്കിൽ വഴിപ്പെടും. സ്നേഹത്തിനനുസരിച്ച് വഴിപ്പെടും. അല്ല പോലെ സ്നേഹത്തിനനുസരിച്ചാണ് വഴിപ്പെടും. അങ്ങനെയാണ്. സ്നേഹം കുറയും ചിലപ്പോ, സ്നേഹം കൂടും ചിലപ്പോ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മയലാനും നഫ്സാണ്. നഫ്സിന്റെ ഒരു തരം ചാഞ്ചാട്ടാണ്, ഒരു ചായലാണ്. നഫ്സ് എന്നൊരു ഭാഗത്തേക്ക് ലികമാലിൻ അദറക ഫീ ഷൈഇൻ, ഒരു വസ്തുവിൽ അയാൾ കണ്ടിട്ടുള്ള ഒരു വസ്തു, ഒരു കാര്യം കാരണമായിട്ട് നഫ്സ് ആ ഭാഗത്തേക്ക് ചായുന്നതിനാണ് എന്ത് പറയാ? മഹബത്ത്. ശ്രദ്ധിക്കണേ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നേരെ ഇങ്ങോട്ടാവും ചെയ്യും, അങ്ങോട്ടാവും ചെയ്യും. നേരെ ഇങ്ങോട്ടാവും, നേരെ അങ്ങോട്ടാവും. കല്യാണം കഴിച്ച് നടാടൊരു പെണ്ണിട്ടാണ്, അവളോട് ഭയങ്കര ഇഷ്ടമായി. അവളുടെ മനസ്സിലും ആ പെണ്ണ് എന്നതിന് സ്വപ്നമുണ്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമായി. കല്യാണം കഴിച്ചതിനെ പിറ്റേന്ന് ഓള് പറഞ്ഞേ നമുക്ക് മൈസൂർ പോകാറും വണ്ടി എടുത്ത് ഒരുങ്ങിക്കോറും കയറി മൈസൂർ കൊണ്ടുപോയി. മൈസൂരിൽ നിന്ന് അങ്ങനെ തിരിച്ചെന്ന് കുണ്ടൽപ്പേട്ട എത്തിയപ്പോൾ ഓള് പറഞ്ഞേ നമുക്ക് ഊട്ടി പോകാറും. ഊട്ടിയിലും പോയി. അങ്ങനെയാണ് പോയി. മൈസൂർ ഊട്ടിയൊക്കെ ആയിട്ട് ആയി. പിന്നെ ഇവനെ മനസ്സിലാക്കി എന്ത്? ഇവൾ വിചാരിച്ചതിനനുസരിച്ച്, ഇവൻ വിചാരിച്ച പെണ്ണിനനുസരിച്ച് ഇവളില്ല. പിന്നെ 2 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. ഓള് പറഞ്ഞു ഇതാ എന്റെ പെരീക്കൊന്ന് പോകാം, 4 പേരിന്റെ അപ്പുറത്താണ് ഓളെ വരാ, ചോദിക്കോറി. മനസ്സിലായില്ല? ഓൻ വിചാരിച്ച അത്ര അവളില്ലെങ്കിൽ പോകൂല. എന്തുകൊണ്ട്? അവിടെ സ്നേഹം കുറഞ്ഞു. സ്നേഹം ഉണ്ടെങ്കിൽ എന്താവും? സ്നേഹം ഉണ്ടെങ്കിൽ വഴിപ്പെടൽ പ്രശ്നമാവില്ല. ഞാൻ മൈസൂർ പോയിട്ട് ഇപ്പൊ മേലും കഴിച്ച് വേദന വണ്ടി ഓട്ടണ്ടേ എന്നോ പറയില്ല. ഇനി ഊട്ടി പോകാൻ എനിക്ക് വയ്യാന്ന് പറയില്ല. ഊട്ടീന്ന് അടുത്ത അവൾ പറയുന്നത് കൊടൈക്കനാൽക്കെന്നാണ്. അതിനും അവന് വിരോധം ഉണ്ടാവില്ല. കാരണം സ്നേഹത്തിന് സമാനാണ്. നേരെ മറിച്ച് തിരിച്ചുണ്ടാവും. ഇനി എങ്ങനെ? ആരക്കായിക്കോളെ പറ്റില്ല എന്ന് വിചാരിച്ചാണ് കിട്ടിയത്. പിന്നെ ഇവള് തിരക്കടില്ലല്ലേ, ഇവള് അത്യാവശ്യം എല്ലാ ബോധമുള്ള പെണ്ണാണ്, ദീനുണ്ട് എന്ന്, അല്ലെങ്കിൽ എന്താണോ ആവശ്യം അതൊക്കെ അവളിൽ ഉണ്ട് എന്നാണ് കണ്ടു കഴിഞ്ഞാൽ സ്നേഹം ഇല്ലാത്ത പിന്നെ എന്തിലേക്കാണ് മറിയും? സ്നേഹത്തിലേക്കാണ് മറിയും. ആദ്യകാലത്ത് എന്ത് പറഞ്ഞാലും കേൾക്കൂല, പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കും. സ്നേഹം ഉണ്ടോ പറഞ്ഞു കേൾക്കും, സ്നേഹം കുറഞ്ഞോ പറഞ്ഞു കേൾക്കൂല. വിഷയം അവസാനിച്ചു. കൂടുതൽ വർത്താനം പറയേണ്ടതില്ല. അള്ളാഹുവിനോട് റസൂലിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അള്ളി റസൂൽ പറഞ്ഞത് കേൾക്കും. സ്നേഹം ഉണ്ടോ? വഴിപ്പെടും. സ്നേഹല്ലേ വഴിപ്പെടൂല. സ്നേഹമുണ്ട് എന്ന് പറയും. സ്നേഹമുണ്ട് എന്ന് പറയാലോ. സ്നേഹം പറയണ ഇപ്പൊ എന്താ വിരോധം? പ്രതിപക്ഷ നേതാവ് മരിച്ചാൽ ഭരണകക്ഷി എന്താ പറയാ? നികത്താനാവാത്ത വിടവ്. അതിനിപ്പോ സ്നേഹം ഉണ്ടാണോ? എന്നതുപോലെ പറയുന്നത് പെണ്ണുങ്ങളോട് എന്ത് പറയും? ഭയങ്കര സ്നേഹമാണ് അറിയും. ഒരു സ്നേഹം ഉണ്ടാവില്ല.
അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയും, സ്നേഹം ഉണ്ടാവില്ല, വഴിപ്പെടൂല. സ്നേഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? സ്നേഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? വഴിപ്പെടും. സ്നേഹം ഉണ്ടെങ്കിൽ വഴിപ്പെടും. സ്നേഹം ഉണ്ടെങ്കിൽ വഴിപ്പെടും. പിന്നെ വഴിപ്പെടാത്ത എന്താ? സ്നേഹമില്ലാത്തതുകൊണ്ട്. വഴിപ്പെടലാണെന്ന് പോലും അറിയില്ല. വഴിപ്പെടലാണ് എന്ന് പോലും അറിയൂല. വഴിപ്പെടൽ അവന് രസകരമായിരിക്കും. ഇപ്പൊ ഞാൻ ഈ വെയിൽ കൊള്ളുന്നുണ്ടെന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹക്ക് ചിന്തല്ല. നട്ടുച്ച നേരത്തെ ഇരുന്നിട്ട് വെയിലുള്ളതാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. അത് ഞാൻ നട്ടുച്ച നേരത്തെ വെയിലത്തിരിക്കാണ് എന്ന ചിന്ത അദ്ദേഹത്തിന് ഇല്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രയും വലിയ സ്നേഹമാണ് ആരോട്? മുത്തുനബിയോട്. ഇജ്ലിസു എന്നാണ് പറഞ്ഞാൽ പിന്നെ ഒന്നും അനങ്ങാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. മരുഭൂമിയിലായി, അതൊന്നും മൂപ്പർക്ക് നോട്ടല്ല. മൂപ്പരവിടെ ഇരിക്കും, ജിലിസു ഇരിക്കി അവിടെ. അപ്പൊ ഇവിടെ വളരെ ചിന്തിക്കണം. ഈ ആയത്തുകളൊക്കെ ഭയങ്കര കൂട്ടിക്കെട്ടിയ വർത്താനങ്ങളാ പറയുന്നത്. നമ്മൾക്ക് ഇപ്പം എന്ത് വേണമെന്ന് വെച്ചെങ്കിൽ അള്ളാഹുവിലേക്കും റസൂൽ വാതിൽ തുറന്നു കിട്ടണം. അല്ലാതെ ഇത് നടക്കൂല, അല്ലാതെ നടക്കൂല, അല്ലാതെ നടക്കൂല, അല്ലാതെ നടക്കൂല. ഉമ്മാനോട് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് നമ്മളെ സ്കൂളിലാക്കി. ഉമ്മാനോട് നമുക്ക് ഭയങ്കര ഇഷ്ടം. ഉമ്മ അവിടെ കഞ്ഞി ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണമ്പോൾ നമ്മൾ അവിടെ തിരിഞ്ഞളിക്കും. ഉമ്മ സിറ്റ് ഔട്ടിലേക്ക് വന്നാൽ അവിടെ തിരിഞ്ഞളിക്കും. ഉമ്മ മുറ്റത്ത് അടിച്ചു വരാൻ ഇറങ്ങിയാൽ അവിടെ തിരിഞ്ഞളിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് എന്തായത്? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? നമ്മളെ സ്കൂളിലാക്കിയത്. നമ്മൾ അവിടെ ഇരുന്ന് കാര്യം. കാരണം സ്കൂളിനോട് നമുക്ക് സ്നേഹമല്ല. പിന്നെ അവിടെ സ്കൂളിൽ ഇരിക്കും, പിറ്റേന്ന് ഇരിക്കും, അതിൻ്റെ അറ്റേന്ന് ഇരിക്കും. ഇതെന്താണ്? നിസ്കാരം. ഇതാണ് എന്ത്? നിസ്കാരം. അള്ളാഹിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, നിർബന്ധ സാഹചര്യത്തിൽ നിസ്കരിക്കുക. സ്കൂളിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, നിർബന്ധ സാഹചര്യത്തിൽ സ്കൂളിൽ പോയിരിക്കുക. അങ്ങനെ 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 കുറെ കാലം കഴിഞ്ഞ് അവിടെ ചെങ്ങായി കൂട്ടുമായിട്ട് പിന്നെ നേരെ ആണ് മാറി. എവിടേക്ക്? സ്കൂളിലാണ് മറിഞ്ഞ്. അപ്പോഴത്തേന് 2-3 കൊല്ലം കഴിഞ്ഞ് സ്കൂളിലേക്കാണ് മറിഞ്ഞ്. പിന്നെ 3:30 മണിക്ക് സ്കൂൾ വിടും. തള്ള മുറ്റത്തിറങ്ങി നോക്കിക്കും, എൻ്റെ കുഞ്ഞുമാനും വരാത്ത എന്താ? അതിൽ പോണ ആളുകളോടൊക്കെ പറഞ്ഞ്, സ്കൂൾ വിട്ടിട്ടില്ലേ? ആ വിട്ടിക്കണേ. 4ാം ക്ലാസ്സിനെ വിട്ടിട്ടില്ലേ? ആ വിട്ടിട്ടുണ്ടല്ലോ. കുഞ്ഞുമാനെ കാണാനല്ല. കുഞ്ഞുമാൻ ഒരു 5:30-6 മണിക്ക് ഇങ്ങനെ വന്ന് കയറും. പക്ഷെ എവിടെ ഇരുന്നടാ? മറ്റൊന്ന് 3:30 മണിക്ക് ബെല്ലടിച്ചാൽ 3:32 വരലുണ്ടാവും. ആര്? കുഞ്ഞുമാന്. കുഞ്ഞുമാന്റെ വേഗത കണ്ടിട്ട് ഉമ്മ പറയുന്നുണ്ട്, ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പാഞ്ഞതാണോ? ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പാഞ്ഞതല്ല. പിന്നെന്താ? ഉമ്മാനോടുള്ള മഹബത്ത് കാരണം സ്കൂളിൻ്റെയും വീട്ടിൻ്റെയും ഇടയിൽ കുഞ്ഞുമാന് അകലല്ല. നിങ്ങളോടായിപ്പോയി എന്നുള്ളൊരു കുറ്റം എനിക്കുണ്ടാവും. നിങ്ങളോട് പറയാണ് എന്നുള്ളൊരു കുറ്റം ഉണ്ടാവും. മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇപ്പൊ ഉമ്മാനോട് സ്നേഹമില്ല. ആരോടാണ്? സ്കൂളിനോട്. അവിടുത്തെ ചങ്ങാന്മാരും ചങ്ങാഴ്ചകളും രസവും പാട്ടും കളിയും, അങ്ങാടിയിലെ മൈതാനത്തെ പാച്ചിലും ഓട്ടം ചാട്ടം ഉപ്പുമാവ് തിന്നലും. ഞാൻ പറഞ്ഞില്ലേ പഠിച്ചോനെ, ഇതിമെല്ലാം പെട്ടുപോയി. ആര്? കുഞ്ഞുമാന്. കുഞ്ഞുമാന് സ്കൂളിൽ ബെല്ലടിക്കണ ഇഷ്ടമല്ല, ചങ്ങായിമാരെ ഒഴിവാക്കണ ഇഷ്ടമല്ല. പിന്നെ ഓല അങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നടക്കും, മൈതാനം കൂടെ നടക്കും. പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ അപ്പോഴത്തിന് പൈസലിന്റെ വരി പോയി ഓനെ അവിടെ കൊണ്ടേയാക്കി. അത്രമാനെ പിന്നെ അവന്റെ വരിയിൽ കൊണ്ടേയാക്കി. ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ ഒപ്പം നടക്കാണ്. ആര്? നമ്മളെ കുഞ്ഞുമാന്. വരിലെത്തിയപ്പോഴേ 5:30-6 മണിയായി. ഉമ്മ വിചാരിച്ച് എൻ്റെ കുഞ്ഞുമാൻ എൻ്റെ അണ്ണാച്ചി പിടിച്ചോ. അണ്ണാച്ചി പിടിച്ചല്ല, മനസ്സിലായില്ല, അട്ടിമറിഞ്ഞതാണ്. അപ്പൊ പിന്നാലെ നടക്കാണ്. ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പിന്നാലെ നടക്കാണ്. ആര്? കുഞ്ഞുമാന്. കാരണം എന്താ? ഇപ്പൊ സ്നേഹം ആരോടായി? പാറി മനുഷ്യന്മാരെ ആരോടായി?
ആ കൂട്ടുകാരോടായി. അപ്പൊ അങ്ങോട്ട് പാട് മറിഞ്ഞ്. മനസ്സിലായോ പറഞ്ഞത്? ഒരു പരീക്കൊരുത്തിയെ കെട്ടിച്ച് അപ്പൊ കരഞ്ഞ്, ഓളവിടെ കൊണ്ടയാക്കി, അവിടുന്ന് കരഞ്ഞ്. ഒന്നാം സൽക്കാരത്തിന് കണ്ടപ്പോ ഞാൻ പോവില്ലമ്മേന്ന് പറഞ്ഞ് അന്നും കരഞ്ഞ്. ബാപ്പാനോട് പറയുന്നുണ്ട്, ഞാൻ പോണില്ല എന്ന് ബാപ്പാനോട് കരഞ്ഞ്, പെരുങ്കരച്ചിൽ കരഞ്ഞ്. അവ പറഞ്ഞു, മോളെ പോ, വല്ല കുഴപ്പമുണ്ടോ? ഇല്ലമ്മേ, എനിക്ക് ഉണക്കാൻ കഴിയണില്ല, എനിക്ക് നിങ്ങളെയും ഉപ്പാനും ഉമ്മാനെയും ഓർത്ത് എനിക്ക് ഉണക്കാൻ കഴിയണില്ല. എടാ എടിയോ, ഓൻ തന്നെ തല്ലോ? ഇല്ല. അമ്മായിമ്മ വല്ലോ പല്ലുളിച്ചാട്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല അമ്മായിമ്മക്ക്, ഒരു പ്രശ്നമല്ല. പക്ഷെ എനിക്ക് ഉണക്കാൻ കഴിയില്ല, നിങ്ങളെയും ബാപ്പാനും ഉമ്മാനെയും ഓർത്തിട്ട്. ഇജ്ജ് പോവാ കുട്ടിയെ. അങ്ങനെ പറഞ്ഞേച്ച് മൂന്നാം സൽക്കാരത്തിനോൾ തിരിഞ്ഞാച്ച്. പിന്നെ ഒക്കെ പള്ളിയിലുണ്ടായി. അപ്പൊ ഒക്കെ മനസ്സിലായി തുടങ്ങി, കുന്തം അങ്ങോട്ട് മറിയാനുള്ള നേരായി. പോൾവാട്ട് ചാടുമ്പേ മനസ്സിലായില്ല, നൂലിന്റെ അടുത്തെത്തില്ലെങ്കിൽ കുന്തം അങ്ങോട്ട് മറിയും, നൂല് കഴിഞ്ഞാൽ കുന്തം അങ്ങോട്ട് മറിയും. രണ്ട് സൈസ് ചാട്ടുണ്ട്. ഇതേ ആളെ പിന്നെ എന്തായിന്നറിയോ? ബാപ്പാക്ക് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാ കുഞ്ഞുമാളെ എന്ന് പറഞ്ഞ് വെള്ളം വിളിച്ചാൽ ഇവൾക്ക് ഒരുപാട് സാധനം മിറ്റത്തുനിന്ന് എടുത്തൊക്കെ ഉണ്ടാവും. കാരണം മഴ നനയൊന്ന് പേടിച്ചിട്ട് ബാപ്പാനെ ആശുപത്രി കൊണ്ടുപോകാൻ ഇവളെ കിട്ടൂല. ഭർത്താവിന്റെ ബെഡിൽ കിടക്കണ നേരത്തെ ഉമ്മാനെയും ബാപ്പാനെയും ഓർത്ത് കരഞ്ഞോളാവള് ഇവള്. ഇവളെ പിന്നെ ബാപ്പ ആശുപത്രിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആള് വന്നു, ഓക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം തേങ്ങ എന്ത് ചെയ്തിട്ടുണ്ട്? കൊപ്പരയാക്കി വെയിലത്തിട്ടിട്ടുണ്ട്. ഒരു ലേശം തക്കത്തിന് വെയിലൊളിക്കണം. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബാപ്പാക്ക് സക്കറാത്തിന്റെ ആയത്തിലാണ്, പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അവളെ എപ്പോഴാ വരികയെന്ന് ചോദിച്ചാല്, ബാപ്പാന്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് അവസാനം മൂടാൻ നേരത്തെ ഒരാൾ വന്ന് പറയും, ഉസ്താദെ കപ്പം തുണി ഒന്നും കൂടി തുറക്കണേന് 10 എന്താണ്? എന്റെ മകള് കാണുന്ന ഓൾ എത്തിയിട്ടില്ല, ഓളിപ്പം വന്ന് കയറിയിട്ടുണ്ട്. ഇവളാരായിരുന്നു? ഒരു കാലത്ത് ഇവളെ സ്നേഹം ആരോടാണ്? ബാപ്പാനോടാണ്. അന്ന് അവൾ നിർബന്ധിച്ച് അവിടെ നിൽക്കാണ്. ഇന്ന് അവളെ സ്നേഹം അവിടെയാണ്. അപ്പോൾ നിർബന്ധിച്ച് ഇവിടെ വരികയാണ്. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചക്കുമ്പത്തിൽ നിസ്കാരത്തിൽ ആനന്ദം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ അള്ളാഹിനോട് നമുക്ക് എന്തില്ല? സ്നേഹമില്ല, മുക്രഹാണ്. നിർബന്ധ സാഹചര്യത്തിൽ അന്നെ അത് തന്നെ എന്തോ അങ്ങനെ ഉണ്ടല്ലോ. 2 അവസ്ഥ ഉണ്ട് ഒരു കാര്യത്തിന്. നിർബന്ധ സാഹചര്യത്തിൽ ചാടി, നിർബന്ധ സാഹചര്യത്തിൽ ഒരുത്തനെ വെള്ളത്തിലിറങ്ങാൻ മടിയാണ്. അപ്പോഴാണ് കിണറ്റിലെ തൊട്ടി കിണറ്റിൽ ചാടിയത്. അപ്പം വേറെ തൊട്ടിയായി കൊണ്ടുപോകും. കാരണം വെള്ളത്തിലിറങ്ങാൻ മടിയാണ്. കൈപ്പാട്ടയും തൊട്ടിയും എല്ലാം വെള്ളത്തിൽ ചാടിയാലും പകരം സ്പെയർ വാങ്ങിക്കൊണ്ടിരും. അവസാനം എന്തായി? കിണറ്റിൻകരയിൽ കരഞ്ഞുകൊണ്ടിരിക്കണ കളിച്ചോണ്ടിരിക്കണ കുട്ടി കിണറ്റിൽ ചാടിയാൽ മുക്രഹായി ചാടും. നേരെ മറിച്ച് ഒരുത്തന് വെള്ളത്തില്ലാത്താണെങ്കിൽ ഉമ്മ കാണാതെ പാട്ടക്കിണറ്റിലിട്ട് ചാടും. ഒരുത്തന് വെള്ളം വലിയ രസാണ് എങ്കിൽ എന്ത് ചെയ്ത് വെള്ളത്തിൽ ചാടാൻ ചാൻസ് ഉണ്ടാക്കും. ഉമ്മ അങ്ങോട്ട് തിരിയുന്നിടയിൽ കൈപ്പാട്ട നേരെ വെള്ളത്തിലിടും. ഉമ്മയെ കയ്യിൽ നിന്ന് ചാടിയാലോ അപ്പോഴത്തിനോ പിന്നാലെ ചാടി. എന്തിനാ വെള്ളത്തിൽ ചാടിയേ? നമ്മളെ കൈപ്പാട്ട പോയി. മനസ്സിലായോ? വെള്ളം അവന് ലതത്താണെങ്കിൽ വെള്ളത്തിൽ ചാടാൻ വകുപ്പുണ്ടാക്കും. വെള്ളത്തിൽ ചാടാൻ ഇഷ്ടമുണ്ട് ഇല്ലെങ്കിൽ നിർബന്ധ സാഹചര്യത്തിൽ അല്ലാതെ വെള്ളത്തിൽ ചാടൂല. അപ്പൊ ഇവിടെ 2 അവസ്ഥ ഉണ്ട്. ഒന്ന് മഹബത്തിന്റെ അവസ്ഥ, ഒന്ന് മുക്രഹായ അവസ്ഥ. മഹബത്തിന്റെ അവസ്ഥ ആണെങ്കിൽ ഇത്താഴത്ത് പ്രശ്നം ഉണ്ടാവില്ല, ഭയപ്പെടൽ വിഷയമല്ല. അതാണ് ഒരായത്തിൽ എന്ത് ചെയ്തത്? മഹബത്തിനെയും ഇത്താഴത്തിനെയും ഒരുപോലെ ഇവിടെ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.
ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ പറയ് ഓരെ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ അത്തിഉല്ലാഹ വറസൂലാ. നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ അള്ളാഹുവിനും ഭയപ്പെടണം, റസൂലിനും ഭയപ്പെടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു അവസരമാണ്, ഭയപ്പെടാനുള്ളൊരു അവസരമാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെയും സയ്യിദ് ഇബ്നു ഹാരിസയെയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇവരെ മൂന്നാളെയും മൂത്തത്തിലേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ കൊടി പിടിക്കണം, അദ്ദേഹം പരാജയപ്പെട്ടാൽ പിന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് കൊടി പിടിക്കണം, ജഅഫർ പരാജയപ്പെട്ടാൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ കൊടി പിടിക്കണം എന്ന് ഹബീബായ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഫഖയ്യിറു വസ്തശാറു, നിങ്ങൾ ഇഷ്ടം പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ആളും പരാജയപ്പെട്ടാൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഇഷ്ടം പ്രവർത്തിച്ചിട്ട് നിങ്ങളൊരു നേതാവിനെ തിരഞ്ഞെടുക്കണം, അമീറിനെ തിരഞ്ഞെടുക്കണം. ഹബീബായ റസൂൽ പറഞ്ഞ മൂത്തത് രണ്ടാണെങ്കിൽ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ 3000 പട്ടാളം, എതിരാളികൾ 2 ലക്ഷം. മദീനയിൽ നിന്ന് മൂത്തതിലേക്ക് ഏകദേശം 900 കിലോമീറ്റർ ഉണ്ടോ? മദീനയിൽ നിന്ന് മൂത്തയിലേക്ക് ഏകദേശം 900 കിലോമീറ്റർ ഉണ്ടാവും. ശ്രദ്ധിക്കണം കേട്ടോ. മദീന സൗദിയിലാണ്, ഇപ്പോൾ മൂത്ത ജോർദാനിലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്നെ അവർക്ക് ചിരി പൊട്ടി, മൂന്നാക്ക്. അവിടെ നിന്നാണ് ഇറങ്ങിയിട്ട് അവർ ചിരിച്ചും പാട്ടുപാടി ഇങ്ങനെ പോകും. എവിടെ വരെ? മൂത്തവരെ ചിരിച്ചു പാട്ടുപാടി. ഈ 3 ആള് മനസ്സിലായില്ല. കാരണം നമ്മൾ ഉറങ്ങാണ്. മൂത്ത രണാങ്കണത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സൈന്യത്തെ പറഞ്ഞയച്ചു, 3000 പട്ടാളം, എതിരാളികൾ 2 ലക്ഷം. 1 സയ്യിദ് ഇബ്നു ഹാരിസ, 2 ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, 3 പറയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. പിന്നെ ബാക്കിയുള്ള 3000-ഓളം സൈന്യവും. മദീനയിലെ അവസാനത്തെ സന്ദർശനത്തിൽ നബിയുമായി ഉള്ള സംഭാഷണത്തിൽ ഹബീബാ നബി പറഞ്ഞ്, ആദ്യമായി രണാങ്കണത്തിൽ കൊടിയും പിടിച്ചിറങ്ങേണ്ടത് സയ്യിദ് ഇബ്നു ഹാരിസയാണ്. സയ്യിദ് തോറ്റുപോയാൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബാണ്, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്. പിന്നെ അടുത്ത നേതാവിനെ നിങ്ങൾ ഇഷ്ടത്തോടുകൂടെ തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ തമ്മിൽ കൂടിയിട്ട് നേതാവിനെ തിരഞ്ഞെടുത്തോളൂ എന്ന് ഹബീബാ നബി പറഞ്ഞു. പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന്റെ പരാജയപ്പെടൽ മരണ, അല്ലാതെ പിന്തിരിഞ്ഞോടൂല മുഅ്മിന മനുഷ്യൻ. അപ്പോൾ ഈ ഒരു വിവരണം കിട്ടിയ ഉടനെ ഇവര് അവിടുന്ന് തന്നെ ചിരിയൊട്ടി. കാരണം മരിക്കാലോ, ഷഹീദാകാലോ. പിന്നെ റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ അവർ വല്ലാതെ അപകടമാട്ടാൻ പാടില്ലല്ലോ, പൊട്ടിച്ചിരിച്ച് ചാടേണ്ട പണിയാണ്. അവിടെ നിന്നാണ് ഇറങ്ങിയിട്ട് അവർക്ക് ചിരി പാട്ടും ബെയ്ത്തും ചൊല്ലി. മരിക്കാൻ പോണവരെ സന്തോഷിച്ച ബെയ്ത്ത് ചൊല്ലി. ഏതുവരെ ബെയ്ത്ത് ചൊല്ലി? മൂത്ത വരെ ബെയ്ത്ത് ചൊല്ലി. 900 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം. ബെയ്ത്ത് ചൊല്ലി ഇങ്ങനെ പോകുന്നു. എന്തുകൊണ്ട് അവരാഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അവർ പോണത്. ബാക്കിയുള്ള സ്വഹാബികൾക്ക് കരച്ചിൽ വരിക. കാരണം ഇവരുടെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരാണ് അവർ. ഒരാളില്ലാതെയാ മറ്റാളില്ലാതെയാ എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഈ യുദ്ധത്തിൽ 3 ആളും ഷഹീദാവും. ഷഹീദാകാൻ പോണവർക്ക് ചിരി, മറ്റവർക്ക് വേദന, മറ്റൊരു അടക്കി പിടിച്ച് കരഞ്ഞ് നേതാക്കന്മാർ ചിരിച്ചിട്ട് പോവുക, പാട്ടും പാടും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ നടന്ന സംഭവമല്ലേ മനുഷ്യന്മാർ. സയ്യിദ് ഇബ്നു ഹാരിസ ഷഹീദായി. ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ വെട്ടി കറച്ച് ഷഹീദായി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഷഹീദായി. അന്ന് യുദ്ധം അവസാനിച്ചു. പ്രഗത്ഭരായ 3 ആളും മരിച്ചു വൈകുന്നേരമായപ്പോഴത്തേന്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴത്തേന് അവർ അന്ന് കൂടിയിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അമീറായി തെരഞ്ഞെടുത്തു. അതിലാണ് ആ ചരിത്രത്തിലാണ് ആദ്യമായി ഖാലിദ് ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവാകുന്നത്. ഈ യുദ്ധത്തിലാണ് ആദ്യമായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവായി വരുന്നത്.
അദ്ദേഹം എല്ലാം കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് പട്ടാളത്തെ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ എന്തായി? ധീരന്മാരായ 3 ആളുകൾ മുസ്ലിം ഉമ്മത്തിന് അറ്റപ്പെട്ടു. ഈ മൂന്നാള് മദീന മുതൽ മൂത്തവരെ ചിരിച്ചും പാട്ടുപാടിയും പോകും. എന്തുകൊണ്ട്? അവരാഗ്രഹിക്കുന്നതിന് പോവുകയാണ്. ഇതിപ്പോ നമ്മളെപ്പോലത്തെ ഒരാളോട് പറഞ്ഞാൽ, നമ്മളോടാണ് പറഞ്ഞതെങ്കിൽ നമ്മക്ക് മനസ്സിലാവുമല്ലോ എന്ത് മരിക്കാൻ പോവാണ്. ആര് പോവും? ആരാ പോവാ? മനസ്സിലായി? എന്തുകൊണ്ട്? നമ്മൾക്ക് മഹബത്ത് താമല്ല, പൂർത്തിയായ മഹബത്തില്ല. അവരെ മഹബത്താണ്. അവർക്ക് അള്ളാഹിനെ ഒരാൾക്ക് അള്ളാഹിനെ കാണാൻ പൂതിയാണെങ്കിൽ അള്ളാഹ്ക്ക് അയാളെ കാണാനും പൂതിയാണ്. ഒരാൾക്ക് അള്ളാഹിനെ കാണാൻ പൂതിയാണെങ്കിൽ അള്ളാഹ്ക്ക് അയാളെ കാണാനും പൂതിയാണ്. അവർ അള്ളാഹിനെ കാണാനുള്ള സന്തോഷത്തിലാണ് ഈ ചിരിച്ചിട്ട് റാഹത്തായി പോണത്. അപ്പൊ അവരൊരിക്കലും നിർബന്ധ സാഹചര്യമല്ല, ഒന്നും നിർബന്ധ സാഹചര്യമല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലെ സാരാംശം. അവിടേക്ക് നമ്മൾ എത്താത്ത കാലത്തോളം നമ്മൾ മുക്റഹായി നിസ്കരിക്കും. നിർബന്ധ സാഹചര്യത്തിൽ നിസ്കരിക്കും, നിർബന്ധ സാഹചര്യത്തിൽ നോമ്പ് നോൽക്കും. നിർബന്ധ സാഹചര്യത്തിൽ നോമ്പ് നോൽക്കും. നിർബന്ധ സാഹചര്യം ഒക്കെ നിർബന്ധ സാഹചര്യം, എല്ലാം നിർബന്ധ സാഹചര്യം. മറ്റൊരു അള്ളാന്റെ പൊരുത്തത്തിന് ആഗ്രഹിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്ന് ഞാൻ രാവിലെ കൊടുവള്ളിയിൽ ഒരു വൈതരങ്ങന്റെ കഥ പറഞ്ഞിരുന്നു. കൊടുവള്ളി ക്ലാസ്സിലുള്ളവർ കേട്ടിട്ടുണ്ടാവും. ഞാൻ വൈതരങ്ങന്റെ കഥ പറഞ്ഞിരുന്നു. പൂർത്തിയാക്കി പറഞ്ഞിട്ടില്ല, അവിടെ ആവശ്യമുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതിനൊരു വാക്യം, ഒരു സൂഫിയായ സാലിഹായ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും ഒരു ധനാഢ്യൻ രാത്രി വിരുന്നോടുത്ത് സ്വീകരിച്ചു. അവർ രാവിലെ നേരം വെളുക്കുന്നവരെ സാഹിര്യങ്ങളാണ്, ഉറക്കൊഴിവാക്കിയിട്ട് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇവർക്ക് ഉറക്കം വന്നു. ഹത്താ യുസ്ബിഹു, സുബഹി വരെ ഇവർ കടന്നുറങ്ങി. സുബഹിക്ക് എണീറ്റ് സുബഹി തട്ടിപ്പടിച്ച് വേഗം നിസ്കരിച്ചിട്ട് ഇവര് ഫജാഉ ഇൻദൽ ഗനി, പിന്നെ മുളീഫായ ആതിഥ്യം കൊടുത്ത വീട്ടുകാരൻ്റെ അടുത്തേക്ക് വന്ന് വൽബാന ദേഷ്യപ്പെട്ടു. മാതാ അത്താംതന, അജയന്റെ ഞങ്ങൾക്ക് നിന്നാന്ന്. ഹത്താൻ നിമ്ന, ഞങ്ങളാണ്ട് ഉറങ്ങിയില്ലേ, എന്താ ആറാമൊക്കെ ചെയ്യാൻ ഞങ്ങൾ തീറ്റയെ? മനസ്സിലായോ പറഞ്ഞത് എന്ന് ഇവര് ഈ സൂഫിയും ശിഷ്യന്മാരും ദേഷ്യപ്പെട്ട് മൊലാളിയോട് ചോദിച്ചു. അപ്പൊ മൊലാളി പറഞ്ഞു, ഞാന് പരമാവധി ഹലാലാക്കാൻ വേണ്ടി പരമാവധി അധ്വാനിച്ചിട്ടുണ്ട്. ഇല്ലാഫിൽ ബാദിഞ്ചാൻ, വൈതനങ്ങന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സാധനങ്ങളൊക്കെ ഞാന് ഹലാലാണ് ഹലാലാണ് ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വാങ്ങിയത്. പക്ഷെ വൈതനങ്ങന്റെ അവിടെ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും വല്ല ആറാമ കുടുങ്ങിയിട്ടില്ലെങ്കിൽ വൈതനങ്ങന്റെ അവിടെ ഉണ്ടാവുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിൽ എന്തുണ്ട് പറയും, എന്തുണ്ട്? വൈതനങ്ങയുണ്ട്. അപ്പം ഈ ശിഷ്യന്മാരും സൂഫിയായ മഹാനും പറഞ്ഞു, നമുക്ക് വൈതനങ്ങ കച്ചവടക്കാരനോട് ചോദിക്കാൻ, അയാൾ വല്ല ആറാമം കലർത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവർ അന്വേഷിച്ച് വെളുപ്പിനെ ഇറങ്ങി വൈതനങ്ങക്കാരൻ്റെ അടുത്ത് പോയി. വൈതനങ്ങക്കാരൻ ആദ്യമൊക്കെ തിരിഞ്ഞളിച്ച്, പിന്നെ അവർക്ക് മനസ്സിലായി ഇവൻ്റെ അടുത്ത് എന്തോ തിരിഞ്ഞളി ഉണ്ട്. അതിൽ ഇവരെല്ലാം കുറച്ച് ആളുകളുണ്ടല്ലോ, ഇവനാണ് ശരിയാക്കും മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞോന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ്, ഇദ്ദേഹം ഇന്നലെ വൈകുന്നേരം എന്നോട് കുറച്ച് വൈതനങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് വിരുന്നേരുണ്ട്, വൈതനങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ എൻ്റെ കയ്യിൽ വൈതനങ്ങ ഇല്ല. അങ്ങനെ വൈതനങ്ങ കച്ചവടക്കാരെയൊക്കെ സമീപിച്ച് നോക്കുമ്പോൾ അവരെ കയ്യിൽ വൈതനങ്ങല്ല. പിന്നെ ഏറ്റത് കൊടുത്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ പോകലോ എന്ന് പേടിച്ചു. ഞാൻ അസ്തമിക്കാനായിട്ടുണ്ട്. ആ നേരത്ത് ഞാൻ വൈതനങ്ങ കൃഷി ചെയ്യുന്ന അവിടേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പൊ വിളഞ്ഞു നിൽക്കുന്ന തോട്ടത്തിൽ വൈതനങ്ങ കണ്ടു. പക്ഷേ ഒമാറായിട്ട് സാഹിബല്ലേ അർദി, കൃഷിക്കാരനെ കണ്ടില്ല. ഞാൻ കുറെ അവിടെയൊക്കെ തിരിഞ്ഞളിച്ച്.
അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് വൈദ്യുതനങ്ങ കട്ടെടുത്ത് അന്വേഷിച്ച് വരികയാണെങ്കിൽ പൈസ കൊടുക്കാലൊന്നും വിചാരിച്ച് അങ്ങനെ. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് തന്നത് കട്ട വൈദ്യുതനങ്ങാണ്. അപ്പൊ തീരുമാനത്തിലെത്തി. എന്ത് അത് മനസ്സിലായില്ല. അത് കാരണമാണ് എന്ത് രാത്രിയിലെ തഹജ്ജുദിന് കഴിയാതായത് എന്ന് ഈ സൂഫിയും ശിഷ്യന്മാരും വിലയിരുത്തി. അപ്പൊ ഇനിയിപ്പോ തഹജ്ജുദ് പോയി, എന്നാ ഇനിയിപ്പോ ചോരെങ്കിലും ഹലാലാക്കണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി വൈദ്യുതനങ്ങനെ മലയാളിന്റെ അടുത്ത് പോകും. നിങ്ങളിന്റെ കൂടെ ഉണ്ടല്ല വർത്താന, ഭയങ്കര വർത്താന. ഹലാലിനെ ഭയങ്കര വർത്താനാണ് ഇതൊക്കെ. ചിന്തിക്ക്. അങ്ങനെ വരെ എന്ത് ചെയ്ത് അന്വേഷിച്ച് ആ വൈദ്യുതന കൃഷി ഉള്ള അവിടെ അന്വേഷിച്ചു, അതിന്റെ പരിസരത്ത് അന്വേഷിച്ചു ആരേതാണ് ഈ കൃഷി. അങ്ങനെ അയാളെടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞ്, ഞാൻ ഇന്നലെ വൈകുന്നേരം വൈദ്യുതന കൃഷിയിലേക്ക് പോയി നോക്കിയിട്ടില്ലായിരുന്നു, ഇന്ന് സുബഹിയുടെ നേരത്തെ പോയത്. ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോ കൃഷിയിടത്തിലൂടെ പോയത്. അപ്പോഴാണ് വൈദ്യുതനങ്ങ കട്ടുപോയ വിവരം അറിഞ്ഞത്. വൈദ്യുതനങ്ങ കട്ടുപോയ വിവരം കണ്ടപ്പോ ഞാൻ ബേജാറായി. ആദ്യം തന്നെ വൈദ്യുതനങ്ങ ഞാൻ ഹലാലാക്കി. അതവർക്ക് ഞാൻ ആ കള്ളനും അത് തിന്നവർക്കും ഞാൻ മാപ്പാക്കി കൊടുത്തിട്ടുണ്ടെന്ന് വൈദ്യുതനങ്ങ പോയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വേഗം ഉണ്ടാക്കി ഹലാലാക്കി കൊടുത്തു. പിന്നെ ഞാൻ ആലോചിച്ച്, എൻ്റെ അവന് വൈദ്യുതനങ്ങ കൃഷി ചെയ്യാനുള്ള ഭൂമി ഇല്ലാത്തോണ്ടല്ലേ കട്ടിലുണ്ടാവുക. എങ്ങാനും ഈ സായക്കിനെ കള്ളനെ എൻ്റെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ടാൽ ഞാൻ അഹബയിലെ അവന് ഞാൻ ഇത് ഈ ഭൂമി തന്നെ വെറുതെ കൊടുക്കുമെന്ന് ഞാൻ തീർച്ചയാക്കിയിട്ടുണ്ട്. നിങ്ങൾ വന്ന നന്നായി, ഇനി കക്കാതിരിക്കാന് പറഞ്ഞോളി പൊട്ടന്മാര് ഓരോ നിങ്ങൾ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്ക്. ഹലാലും ത്വയ്യിബൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ ഈ അടുത്ത ദിവസം തഫ്സീറിൽ കണ്ടതാണ്. ഹലാലും ത്വയ്യിബിന് മുൻഗാമികളായ ആളുകൾ കാണിച്ച സൂക്ഷ്മത പറഞ്ഞെടുത്ത് ഒരായത്തിന്റെ തഫ്സീറിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഖുർആനിലെ ഒരു ആയത്തിന്റെ തഫ്സീറിൽ കൊടുത്തത് അബ്ബാബി പറയണത്. രണ്ടാമത്തെ ആള് അയാളെ കാര്യം അത്ഭുതം. അയാളെ എന്ത് ചെയ്ത് വൈദ്യുതനങ്ങ കട്ടുപോയിട്ടുണ്ട് എന്നറിഞ്ഞതോടുകൂടെ ഇയാൾ വേഗം എന്ത് ചെയ്ത് ഹലാലാക്കി പുറത്തു കൊടുത്ത്. അതുകൊണ്ടാണ് ഇവർക്ക് സുബൈക്കെങ്കിലും എണീക്കാൻ കഴിഞ്ഞത്. മനസ്സിലായില്ല? ഇവര് സുബൈ നിസ്കാരം കള്ളാണിനും എണീറ്റ്. കാരണം അപ്പോഴത്തിന് സാധനം എന്തായി ഹലാലായിക്കണം. അല്ലെങ്കിൽ സൂര്യ ഉച്ചിട്ട് എണീക്കുള്ളൂ. പിന്നെ നമ്മക്ക് എന്താണ്? നമ്മക്ക് രണ്ട് കാരണം. ഒന്നെന്ത് നമ്മക്ക് അങ്ങനെ നോക്കിയാൽ നീ എണീക്കാൻ കഴിയൂല. അസാബുൽ കബിനെ പോലെ ഓർക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് നോക്കാറാമല്ലേ. ഒന്ന്. രണ്ടാമത്തത് അള്ളാഹ് കബൂലാകുന്ന നിസ്കാരത്തിലല്ലേ എണീക്കാൻ പ്രശ്നം ഇബ്ലീസിനുള്ളൂ. നമ്മളെ നിസ്കാരം അള്ളാഹ് കബൂലാക്കാൻ തന്നെ അള്ളാഹു ആലം. ഇയാളെ ആദ്യം തന്നെ എന്ത് ചെയ്ത് വൈദ്യുതനങ്ങ എന്ത് ചെയ്ത് അത് കട്ടെടുത്ത ആൾക്കും അത് തിന്ന ആൾക്കും ഞാൻ മാപ്പാക്കി ഹലാലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് നിയത്ത് ചെയ്ത്. പിന്നെ അയാൾ പള്ളിക്ക് നടന്നപ്പോ നിയത്ത് ആലോചിച്ച്, എന്ത് പടച്ചോനെ, അവർക്ക് ഈ കട്ടെടുത്ത ആൾക്ക് വൈദ്യുതനങ്ങ കൃഷി ചെയ്യാനുള്ള ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ലേ റബ്ബേ അയാൾ ഇത് ചെയ്തത്. എന്നാലും അയാളുടെ എൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടാൽ ഞാൻ ഈ ഭൂമി ഇനി മുതൽ വൈദ്യുതനങ്ങ കൃഷി ചെയ്യാൻ വേണ്ടി അയാൾക്ക് വെറുതെ ഞാൻ ഔദാര്യമായിട്ട് നേർച്ചയാക്കിയിട്ടുണ്ട്. ഈ കള്ളനെ കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, നന്നായി എന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചു, എനിക്ക് ഇയാളെ കിട്ടിയാലോ. ഇവര് പൈസയും കൊണ്ട് എന്നതാ, പൈസ വേണ്ട, ഹലാലാക്കി. അതിനെ പുറമെ എന്ത് കൊടുത്തു? ഇനി കക്കാൻ നടക്കണ്ട, നാളെ മുതൽ എന്ത് എന്റെ ഭൂമി എടുത്തോ, എന്ത് അന്യ കക്കരുത്, ഇനി ഒരാളെ വൈദ്യുതനങ്ങ ആക്കരുത്. ഇപ്പൊ ആ വൈദ്യുതനങ്ങ കൃഷി ചെയ്യാൻ എന്റെ ഭൂമി കൃഷി ചെയ്തു. കാരണം ഒരു വൈദ്യുതനങ്ങന്റെ കാര്യത്തിൽ ഒരു ഉമ്മത്ത് മുഹമ്മദ് നരകത്ത് കിടക്കരുത്. എത്ര ആളെ സ്വർഗത്തിൽ ഇന്ന് പുറത്താക്കാൻ കഴിയുന്നിടത്താണ് ഇപ്പൊ നമ്മൾ മാത്രം. ഇപ്പൊ രാവും പകലും നമ്മുടെ മൂല്യന്മാരും നാടന്മാരും അണ്ണിക്കടഞ്ഞ് ആലോചിക്കുന്നത് എന്താ, ഇനി അടുത്ത ആരെ നമുക്ക് ഇസ്ലാം എന്ന് പുറത്താക്കാൻ കഴിയാന്നാണ്.
മനസ്സിലായോ പറഞ്ഞത്? ഇത് എന്ത് ചെയ്ത് ഇനി ഒരാൾ വൈതനങ്ങന്റെ കട്ടേന്റെ കാര്യത്തിൽ ഒരു ഉമ്മത്ത് മുഹമ്മദ് നരകത്ത് കിടക്കരുത്, ഞാൻ അയാൾക്ക് ഈ വൈതനങ്ങ കൃഷി ചെയ്താൽ കൊടുത്താൽ മതി, പിന്നെ അയാൾക്ക് പ്രശ്നമില്ലല്ലോ, ഞാൻ വേഗം തന്നെ കൈയുടെ പിന്നെ ഞാൻ സുബൈ സ്കെച്ച് എങ്ങനെയുണ്ട്? ഇതേപോലിക്ക് ഭൂമി കഴിച്ചോ? ഇതേപോലിക്ക് ഭൂമി മതി? പ്രശ്നമൊന്നല്ല. ഇവരാരുടെ ആളാണ്? പറയാ, ആരുടെ ആളാണ്? അള്ളാന്റെ ആളാണ്. ബാക്കിയൊന്നും ഇവർക്ക് വിഷയമല്ല, അവർ അള്ളാന്റെ ആളാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ അയാള് നരകത്ത് കിടക്കാതിരിക്കലും അല്ല അയാളെ വിഷയം, അയാള് നരകത്ത് കിടക്കാതിരിക്കലും അല്ല അയാളെ വിഷയം. ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരാള് നിന്റെ വൈതനങ്ങ കാരണം നരകത്ത് കിടക്കാൻ പാടില്ല. അല്ലാഹ് അല്ലാഹ്. അങ്ങനെ മനസ്സുള്ള ഒരു മനുഷ്യ ഖബർസ്ഥാന്റെ അരികിലൂടെ നടന്നു പോയാൽ യുഖഫഫു അൻഹും, ആ ഖബറിൽ കിടക്കുന്ന ആളുകളെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുന്ന. കാരണം അങ്ങനത്തെ ഒരാളെ ഉണ്ടെങ്കിൽ അയാൾ വെറുതെ പോവില്ല. തിരിഞ്ഞില്ല. അങ്ങനത്തെ ഒരാള് ആ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയാൽ യുഖഫഫു അൻഹും, ആ ഖബറിൽ കിടക്കുന്ന ആളുകളെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുമെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ ലഘൂകരിച്ചു കൊടുക്കണേ? ഇയാൾ ഖബർസ്ഥാനിലൂടെ വെറുതെ പോവില്ല. ഇയാൾ എന്താ പറയാ? പഠിച്ചവനെ, എന്റെ ശത്രു ആണെങ്കിലും എന്റെ മിത്രാണെങ്കിലും ഇവിടെ ആര് കിടക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് ഉണ്ടോ പുറത്തു കൊടുക്ക്. ഓന്റെ പാർട്ടി ആയാലും ഓന്റെ എതിരാളി ആയാലും ഓന്റെ മദ്ഹബായാലും ഓൻ മറിച്ചതായാലും ഒക്കെ എന്ത് ചെയ്യ് പുറത്തു കൊടുക്ക് റബ്ബേ എന്ന് പറയാതെ അയാൾ പോവില്ല. അപ്പോൾ അത്തരം ആളുകൾ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയാൽ ശത്രുവിനും ആദാബ് കുറയും, മിത്രത്തിനും ആദാബ് കുറയും. കാരണം ആരാ പോയത്? ഒരു ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട മഹാന്, വാസിഉ സദ്ർ, ഹൃദയത്തിന്റെ വിശാലത. യാ സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ ആലോചിച്ച് ബേജാറായിപ്പോയി. എന്താ പടച്ചോനെ, ആ മനുഷ്യന്മാരൊക്കെ മനസ്സിന്റെ ഒരു വലിപ്പത്തരത്രയാണ്. അവരുടെ മനസ്സ് അത്ര വലിയ മനസ്സാണ്. എത്ര വലിയ ഒരു മനസ്സാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു അടിമസ്ത്രീയെ കൊണ്ട് ഒരാള് ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ അവിടെ ഒരാളുണ്ട്. അയാൾ ഈ അടിമസ്ത്രീയെ ഒരു വട്ടം നോക്കിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു? അയാള് കുറച്ച് കഴിഞ്ഞ് അയാൾ എന്ത് ചെയ്തു? ആ സ്ഥലത്തിൽ അല്പനേരം വിശ്രമിച്ചു. വിശ്രമം കഴിക്കുന്ന വേണ്ടിയിട്ട് പാഞ്ഞ് എണീറ്റിട്ട് ഇയാൾ പാഞ്ഞു വരുന്നുണ്ട്. അടിമസ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞാനിവിടെ കടന്നപ്പോൾ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടിമസ്ത്രീയെ നിങ്ങൾ പിന്നെ ആഗ്രഹത്തോടു കൂടിയാണ് നോക്കിയത്, എന്നാ നിങ്ങൾ ഭാര്യയാക്കിക്കോട്ടെ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ കൊണ്ടിക്കൊള്ളുന്നാണ് മനസ്സിലാണ്ട് പറഞ്ഞത്. ഒരാളെ ഒരു അടിമസ്ത്രീയെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് കയറി വന്നു. അപ്പോൾ അവിടെ ഇരിക്കണ ഒരാൾ ആ അടിമസ്ത്രീയെ ഒരു കൗതുകത്തോടെ നോക്കി. അയാൾ പിന്നെ അപ്പുറത്ത് കുറച്ചു നേരം വിശ്രമിച്ച് പെട്ടെന്ന് പാഞ്ഞു വന്നിട്ട് ഇയാളെ തരിക, ഇയാൾ എവിടെ ഉണ്ട്? അപ്പൊ അയാൾ മൂലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അയാളെ വിളിച്ചാൽ പറഞ്ഞു, ഈ അടിമസ്ത്രീയെ നിങ്ങളതാക്കി തന്നു, നിങ്ങൾ ഭാര്യയാക്കി കൊണ്ടുവരുന്നോളൂ. എനിക്ക് സ്വപ്നത്തിൽ ആര് വന്ന്? മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആഗ്രഹത്തോടു കൂടിയാണ് നോക്കിയത് എൻ്റെ അടിമസ്ത്രീയെ. അപ്പൊ ഞാൻ അത് കാരണം നിങ്ങൾ നരകത്ത് പോണ്ട, നിങ്ങൾക്ക് ധാരാളാക്കി തന്നു, കൊണ്ടേ കൂടി. അതാണ് അവരെ മോമിനിങ്ങൾ, അവരെ സ്നേഹബന്ധം അതാണ്. ഒരാൾ നരകത്ത് കിടക്കുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ അത്ര വലിയ സ്നേഹമുള്ളവരാണ്. ഇന്ന് നിസ്കരിക്കുന്ന ഓമ്പൽക്കുന്നവർക്ക് പണി എന്താ? കുത്തിത്തിരിപ്പ്. പറയും എന്താണെന്ന് നിസ്കരിക്കണവരെ പണി? കുത്തിത്തിരിപ്പ്. പിന്നെ കുത്തിത്തിരിപ്പ് കുറഞ്ഞത് നിസ്കരിക്കാത്തവരെ. ഒരുത്തൻ ജമാഅത്തിന് വരണ്ടെങ്കിൽ ആ പള്ളിക്ക് കുഴപ്പമുണ്ടാവും. ഒരുത്തൻ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ മൂല്യരോട് ബഹുമാനം ഉണ്ടാവും. ജമാഅത്ത് നിർത്താൻ വേണ്ടി പറയല്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഒരുത്തൻ പള്ളിക്ക് ജമാഅത്തിന് വരുന്നുണ്ടോ ആ പള്ളിയിലെ കുത്തിത്തിരിപ്പുണ്ടാവും. മൂല്യാരി കുട്ടികളെ 6 മാസം കഴിഞ്ഞ് പിരിച്ചുവിടാൻ എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ പണിയുണ്ടാവും. നേരെ മറിച്ച് വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം ഒരാൾ വരുന്നുണ്ടോ ഒരു ശല്യം ഉണ്ടാവില്ല. പറയുമ്പോൾ തന്നെ ചെലവ് കൊടുക്കും, പരിസംഖ്യ കൊടുക്കും, പൈസ ഒക്കെ കൊടുക്കും. എന്തുണ്ടാവില്ല? എന്തുണ്ടാവില്ല? കുത്തിത്തിരിപ്പുണ്ടാവും. പള്ളിക്ക് ജമാഅത്തിന് പോകണുണ്ടോ
കുത്തിത്തിരിപ്പ് ഫർളായിന. ഉറപ്പ് ജമാഅത്തിന്റെ കാരണം ജമാഅത്തിന് വരുന്ന മഹാന്മാരെ കൊണ്ടല്ലാതെ ഇന്ന് വരെ ഒരു മൂല്യർ കരഞ്ഞൊരു നാട്ടിൽ നിന്ന് പോയിട്ടില്ല. മുക്കരി കരഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല. മൂല്യന്മാർത്തിയാൾ ദർസ് പൊളിച്ച് പോയിട്ടില്ല. ആരെ കൊണ്ടല്ലാതെ ഒരു നാട്ടിലെ കള്ള് കുടിച്ച ഒരു മനുഷ്യൻ ഇന്ന് വരെ ഒരു നാട്ടിലൊരു മൂല്യർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. കള്ള് കൂടിയാണ് മൂല്യര് പോയി എന്നാ കാര്യം. സത്യമാണല്ലേ? സത്യാണോ? സത്യമാണോ? എടാ കള്ളുടിക്കല്ലടാ അതിനേക്കാൾ നല്ലത്. ഞാനെന്തൊക്കെ തോന്നുന്നുണ്ടോ? തമാശ പറയാണ്. എനിക്കുറപ്പാണത്. പറയാം, ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാ. ആ കാണല്ലേ? ഞാൻ കേട്ടോ, മറുപടി കേട്ടോ, ശ്രദ്ധിക്ക്. മറുപടി കേട്ടോ, ശ്രദ്ധിക്ക്. പറഞ്ഞ നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. ശ്രദ്ധിക്ക്, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ എന്നാണ് ആപ്തവാക്യം. അതായത് ഈ കാണാന്ന് പറഞ്ഞ കുട്ടിയെ രണ്ട് തരം കണ്ണുണ്ട്. അല്ല, കേൾക്കിച്ച് പറയണത് മുണ്ടാതെ കേട്ടിരിക്ക്, മുണ്ടാതെ കേട്ടിരിക്ക്. ഈ വിഷയത്തിൽ 1000 ചോദ്യം ചോദിച്ചാൽ ഞാൻ 1000ത്തിന് മറുപടി അറിയും. ഞാൻ പറഞ്ഞതിനർത്ഥം മൂല്യർ നന്നല്ല എന്നല്ല. ഫിത്തനകൾ ചില ആളുകൾ അവനവന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നോക്കുന്നതിനനുസരിച്ചാണ് ഫിത്തനാണ്. അവനവന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നോക്കുന്നതിനനുസരിച്ച് ഫിത്തന കാണും. അങ്ങനെ പറയണ്ട. അല്ല, ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ഞാൻ ആരെങ്കിലും ന്യായീകരിക്കല്ല ഇത്. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എന്നോട് പറയുന്നത് ഹറാമിയത്തിന്റെ മേൽ ഇസ്റാറായ മൂല്യരെ നിർത്തണമെന്നല്ല, നിസ്സാരപ്പെട്ട കാര്യത്തിന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ഹറാമായ ഒരു കാര്യം ഒരു മൂല്യർ ചെയ്തിട്ട് അയാളെ പള്ളിയിൽ നിർത്തരുത് 100 വട്ടം മങ്ങളോട് പറഞ്ഞ ആളല്ലേ ഞാൻ. അതല്ല ഞാൻ പറയണത്, അതല്ല. ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിൽ ഫിത്നയുണ്ടാവും. നിസ്സാര കാര്യം, ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഉണ്ടാക്കും. ഹറാമോ ഒക്കെ. ഹറാമിന് ഇവിടെ വെച്ച് പൊറപ്പിക്കേണ്ടത് വർത്താനോ ഇല്ല. മനുഷ്യന്മാരാകുമ്പോ സ്വാഭാവികമായി ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനുഷ്യന് മുസാമാത്ത് ഉണ്ടാകും വേണം. അതിൽ മനുഷ്യനെ എന്താണെന്നറിയോ? അതൊക്കെ അങ്ങനെയാണ്. നമ്മളെ ഈ വർത്താനത്തിനിടയിൽ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, പല സംഗതികളും ഈ വർത്താനത്തിനിടയിൽ ഉണ്ടാവില്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഞാനിപ്പോ ഇവിടെ ക്ലാസ് എടുക്കണം മൊത്തം ലൗഹിൽ മഹ്ഫൂളിൽ ഇറക്കിക്കൊണ്ടെന്നാണോ? പറയും മനുഷ്യന്മാരെ, അല്ലല്ലോ. ഇതിന് മങ്ങൾക്ക് ഫിത്ന ഉണ്ടാക്കാൻ കഴിയുമല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ സ്നേഹവും ഈ കാര്യം നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റാത്ത പറഞ്ഞാൽ തന്നെയും നിങ്ങൾ ഈ കോണി ഇറങ്ങുമ്പോ അങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞ എന്ത് ഇന്നിപ്പോ എന്റെ മൂപ്പര് അങ്ങനെ ചൂടായി പറഞ്ഞ് അപ്പൊ മൂപ്പര് അടുത്ത ഈ മറുപടി അറിയും. നിനക്ക് ഈ ക്ലാസ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോ ഉസ്താദ്മാരല്ലേ, ഓരങ്ങനെ ചിലപ്പോ ചൂടാവൊക്കെ ചെയ്യും. അതൊന്നും നോക്കണ്ട, അടുത്ത ആഴ്ച മൂപ്പര് ചിരിച്ചോണ്ട് ഇങ്ങോട്ടും പറയും. അതൊന്നും അത്ര കണക്കാക്കണ്ടെന്ന് പറയും. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. നാട്ടിലെ ഹറാമിയത്ത് മൂല്യരെ കൊണ്ട് നിലനിർത്തണം എന്നല്ല പറഞ്ഞത്. കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ ഊതി വീർപ്പിക്കുക, എന്നിട്ട് ഫിത്ന ഫസാദ് ഉണ്ടാക്കുക. അതൊരിക്കലും ഒരു കള്ളുടിയൻ ചെയ്യൂല. അതിൻ്റെ അർത്ഥം കള്ളുടിയൻ ഔലിയാണ് എന്നല്ല. കള്ളുടിയനെ കള്ളുകൊണ്ട് ശൈത്താൻ സ്വാധീനിച്ചു, നമ്മളെ ഈ നിലക്കും സ്വാധീനിച്ചു. അള്ളാന്റെ അടുക്ക് 2 കൂട്ടരും എന്തായി? അകന്നാണ് പോയത്. ഇതാണ് എന്റെ വിഷയം, അതാണ് വിഷയം. പാഞ്ഞ് നടക്കാൻ ഓരോരുത്തര് ഹജ്ജിന് പോകുകയാണെങ്കിൽ മാപ്പ് പറയണം. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കുറച്ച് ഏറും. പറയുന്നില്ല. പാഞ്ഞ് നടക്കുക, പൊരുത്തപ്പെടണം. 6ാമത്തെ ഹജ്ജ് 7ാമത്തെ ഹജ്ജിന് മുമ്പ് പൊരുത്തപ്പെടണം എന്ന് അറിയണത്. കഴിഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെടണമെന്ന്. അതിന് മേലത്തെ കൊല്ലോ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെടണമെന്ന്. ഇക്കൊല്ലോ ഓരോ ഹജ്ജ് കഴിഞ്ഞാലും ആ പിത്തനെ പിന്നെ ഉണ്ടാക്കും. കൂസ് കാക്ക. നിങ്ങളെവിടെയാണ്? ഞങ്ങൾ അവിടെ പോയി
പോയി, ഞങ്ങളെവിടെ പോയി, നിങ്ങളെവിടെയാണ്? എന്നെ വിളിക്കണല്ല പറഞ്ഞ കേട്ടോ, നിന്നെ വിളിക്കണതല്ല, എന്നെ വിളിച്ചിട്ടില്ല എന്നുമല്ല. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അച്ഛനായപ്പോഴും പറഞ്ഞു നിങ്ങളെ പറ്റി ഞാൻ പലതും പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടണം. ഇക്കൊല്ലം പാഞ്ഞ നടക്കാണ്, കൊറ്റനാട് പെണ്ണാടിന്റെ പിന്നാലെ പാഞ്ഞടക്കണ മാതിരി പാഞ്ഞടക്ക. എന്ത് ഉസ്താദേ നിങ്ങൾ എവിടെയാണ്? പൊരുത്തപ്പെടണം. അപ്പൊ ഈ പൊരുത്തപ്പെടുന്ന 2 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് എന്തേന് പണി? കുത്തിത്തിരിപ്പ്. ഇനി ഈ ഹജ്ജ് കഴിഞ്ഞ് നന്നാകണോ? നന്നാവും. മനസ്സിലാവണ്ട നിങ്ങൾക്ക് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ ഹജ്ജ് ചെയ്യുന്ന നല്ലൊരു ശതമാനം ഹജ്ജിനോട് ഒരു ഹാജിയന്മാരാ. ഒരു പണ്ട് പല ഹജ്ജും ഒരു നാടാടെ പോവുകയല്ല, പണ്ട് പല ഹജ്ജും ചെയ്തോരാ. എന്നിട്ട് നന്നായോ? തൊട്ടടുത്ത ഭൂമിക്കാരനെ ശല്യപ്പെടുത്തും, തൊട്ടടുത്ത കച്ചവടക്കാരനെ ശല്യപ്പെടുത്തും. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ കുത്തിരി തുടങ്ങും. 2 കൊല്ലം കഴിഞ്ഞ് ഇനി ഒന്നും കൂടി പോകും, അപ്പോൾ മാറി പൊരുത്തപ്പെടണം. പിന്നെ എന്തെന്നെ ഉണ്ടാക്കും? കുത്തിത്തിരിപ്പ്. ഇതെന്താ ഇതിന്റെ അടിസ്ഥാനം? ശൈത്താന്റെ സ്വാധീനം. അങ്ങനത്തെ തീരുവോ? അങ്ങനത്തെ തീരുവോ? മനുഷ്യന്മാരെ തീരുവോ? ഇതെന്ത് വർത്താനാണ്? പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്ന മുത്തനബി പറഞ്ഞിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സോടുകൂടി മടങ്ങി പോരണ്ടേ? ബാറ്റ് കബൂലാകണമെങ്കിൽ അങ്ങനെ ആവണ്ടേ? എന്തിനിപ്പോ അവസാനം പൊരുത്തപ്പെടിക്കല? നാടാടെ പോകുന്ന ആജി പൊരുത്തപ്പെടിക്കണം. ഓക്കെ, ഇത് 2 കൊല്ലം 1 കൊല്ലം കൂടുമ്പോ ഹജ്ജിന് പോകുന്നവരുടെ പണിയാണ് എന്ത്? അതിന്റെ ഇടയിൽ ഞാൻ പലതും പറഞ്ഞു വയ്ക്കണം, നിങ്ങൾ പൊരുത്തപ്പെടണം. ആയിക്കോട്ടെ, ഞാൻ പൊരുത്തപ്പെട്ടു, ശരി. അടുത്ത കൊല്ലം പിന്നെ പോവും. അപ്പോൾ എന്ത് പറയണം? പറയരുത് നിങ്ങളെവിടെ പൊരുത്തപ്പെടണം. ഞാൻ പലതും പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഈ ഹജ്ജിൽ എന്ത് സ്വാധീനം, ഈ വ്യക്തിയിൽ എന്ത് സ്വാധീനമാണ് ഈ ഹജ്ജിനുള്ളത്? ഇങ്ങനെ ആരാന്റെ കുത്തിത്തിരിപ്പിൻ്റെതൊന്നും വല്ലാതെ ഈ പ്രത്യക്ഷ തമ്മാടികൾക്ക് ഉണ്ടാവൂല. പ്രത്യക്ഷ തമ്മാടിത്തരം ഹൈറാന്നല്ല പറഞ്ഞത്. അവരെ ഒരു നിരക്ക് ശൈത്താൻ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളെ വേറൊരു നിരക്കും സ്വാധീനിച്ചിട്ടുണ്ട്. ഫലത്തിൽ 2 കൂട്ടരും അകലെയാണ്. ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. എന്താണ് ഇവിടുത്തെ വിഷയം? അതാണ് വിഷയം. ഇതൊക്കെ നേര് പറഞ്ഞത് കേട്ടോ. ഈ പറഞ്ഞ ഒക്കെ നേരം, ഈ പറഞ്ഞത് മുഴുവൻ നേരാണ്. നടക്കണ കാര്യം ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച പൊരുത്തപ്പെടിക്കലിൻ്റെ ആഴ്ച. അത് ശവ്വാല് 15 മുതൽ ദുൽഖഅദ 15 വരെ എന്ത് നടക്കും? പൊരുത്തപ്പെടിക്കലാണ്. പിറ്റത്തെ കൊല്ലം പോവും, അന്ന് പൊരുത്തപ്പെടിക്കും. പറയുന്ന വർത്താനം ഞങ്ങളെ പറ്റി ഞാൻ പലതും പറഞ്ഞു വയ്ക്കണേ, പൊരുത്തപ്പെടണം. പിറ്റത്തെ കൊല്ലം പോവും, അപ്പോഴും അറിയണ്ട് നിങ്ങളെ പറ്റി പലതും പറഞ്ഞു വയ്ക്കണേ, പൊരുത്തപ്പെടണം. എന്തിനാ പറയണേ? ഇത് നില ഏർപ്പാടാ? എന്തിനും അങ്ങനെ പറയണേ? വിട്ടൂടെ മനുഷ്യന്മാരെ. അപ്പൊ എന്താ ഇതിന്റെ അടിസ്ഥാന കാരണം എന്നാൽ, ഉക്രഹായ നിർബന്ധ സാഹചര്യത്തിൽ ചെയ്യുന്ന ഈ കോലങ്ങൾ അത് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. ഇവിടെ അടിസ്ഥാനപരം അള്ളാഹിനെ മഹബത്ത് ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു അല്ലാത്തവരേക്ക് തിരിഞ്ഞു നോക്കാനുള്ള നേരം തന്നെ ഇല്ല. അവൻ ആരുടെ ആളാണ്? അള്ളാന്റെ ആളാണ്. ഇതാണ് എന്റെ വേറൊരാളെ തിരിഞ്ഞു നോക്കാൻ നേരല്ല. പ്രയാസമല്ല. വൈതനം ഉണ്ടാക്കിയ പാഠം ഒരു കള്ളന്റെ കാരണത്താൽ ഒരാളാണ് വെറുതെ കൊടുക്കണമെങ്കിൽ ഇനി ഒരു കള്ളം വേണ്ട, എന്റെ ഭൂമിയെ പോയിക്കോട്ടെ, എന്നാലും വേണ്ട, അയാളെ കിട്ടിയാൽ അയാൾക്ക് വെറുതെ കൊടുക്കുന്നെന്ന് തീരുമാനിച്ച്. എന്നിട്ടാ രാവിലെ കൊണ്ടുവന്നപ്പോ ഇയാൾ പറയാ അൽഹംദുലില്ലാ, നിങ്ങൾ വന്നതിന്റെ ദുആ കൊണ്ടാണ് ഈ ഭൂമി ഇയാൾക്ക് വെറുതെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വൈതനക സുബൈക്കൻ എന്താക്കിയിട്ടുണ്ട്? ഹലാലും ആക്കി. എന്റെ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരാള് നിന്റെ കാരണം കൊണ്ട് എന്ത് ചെയ്യരുത്? നരകത്ത് കിടക്കരുത്. ചിന്തിക്ക്. ഡമാസ്കസിലെ പള്ളിയിൽ ഒളിവെടുക്കാണ് ബഹുമാനപ്പെട്ട നവീമാമ്.
അപ്പോൾ കള്ളം വന്നിട്ട് തൊപ്പി കൊണ്ടുപോയി. തൊപ്പി എടുക്കുന്നത് ചെറിയ 2 നോട്ടത്തിൽ നവൈമാമ കണ്ടിട്ടുണ്ട്. അങ്ങനെ നവൈമാമ ഞങ്ങൾ തിരിഞ്ഞെണീറ്റ് അപ്പോൾ അവൻ ഫസ്റാഫിൽ മഷി ധൃതിയിൽ നടന്ന്. അപ്പൊ നവൈമാമ പൂർത്തിയാക്കാതെ പുറത്തേക്ക് ആടി. അപ്പോൾ എന്ത് ചെയ്തു? ഫറ ഓടി. അപ്പൊ ഫറ ബാക്കിൽ നവൈമാമ ഓടി. കള്ളൻ എന്ന് പറഞ്ഞാൽ ലോക വിളവനല്ലേ. കള്ളന്റെ അടുക്ക് ഓടിയാൽ നവൈമാമ ഇങ്ങനെ എത്തുമോ? അവസാനം നവൈമാമ കുറെ ഓടി. പിന്നീട് പറഞ്ഞു, ചങ്ങാതിയെ ഞാൻ അർളയത്തിലൊക്കെ നിനക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. ഇജ്ജ് അതുമ്മ പോയി നരകത്ത് കിടക്കണ്ട, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? ഞാൻ എന്റെ പിന്നാലെ കൂടുന്നത് എന്തിനല്ല? തൊപ്പി വാങ്ങാനല്ല. ആ തൊപ്പി നിനക്ക് പൊരുത്തപ്പെട്ട് തരാനാണ്. അതിന് ഞാൻ പാഞ്ഞിട്ടില്ല. കള്ളം തൊപ്പിയും കൊണ്ട് പായ, നവൈമാമ തൊപ്പി കൊടുക്കാനും പായ. നിന്റെ തൊപ്പി കാരണം ഈ നരകത്തിൽ കിടക്കരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഓടിയത്. ഇനി എന്നെ മറികടക്കാൻ എനിക്ക് കഴിയൂല. ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ പൊരുത്തപ്പെട്ടിട്ടാ, അത് പായണ്ട, ഇത് നിനക്കാണ്. എന്തുകൊണ്ട്? എന്റെ തൊപ്പിയും കൊണ്ട് ഒരാൾ മാശരി വരണ്ട. അയാൾ ഉമ്മത്ത് മുസ്ലിമത്തിൽപ്പെട്ട ഒരാളാണ്. മനസ്സിലായോ പറഞ്ഞത്? അതിന്റെ അപ്പൊ ആ മനസ്സിന്റെ വിശാലത എത്രയാ? ഇതാണ് ഈ പറഞ്ഞ വാക്കിൻ്റെയൊക്കെ താല്പര്യം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ആയത്തിലേക്ക് നോക്കി നാളെ മുതൽ പുതിയ ആയത്ത് തുടങ്ങും. ഖുൽ അത്തിഉല്ലാഹ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ പ്രേമിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണം. യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എന്ന് നിങ്ങളുടെ ദോഷങ്ങളെ പൂർത്തരും. അല്ലാഹു ഗഫൂർ റഹീം. ഇതിൻ്റെ ആന്തരാർത്ഥങ്ങളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഖുൽ നബിയെ തങ്ങൾ പറയാ അത്തിഉല്ലാഹ വറസൂല, അല്ലാഹുക്കും റസൂലിനും വഴിപ്പടി. ഫൈൻ തവല്ലോ, ഞാനെങ്കിൽ പിന്തിരിഞ്ഞു പോയാൽ ഫൈൻ അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധികളെ ഒരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു. ലിമൻ യദ്ദഇ അന്നഹു യുഹിബ്ബുല്ലാഹ വലാ യത്തബിഉ റസൂലഹു ഫഇന്നഹു കാദിബൂൻ. ഒരാൾ റസൂലുള്ളാഹിനെ പിൻപറ്റാതെ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവൻ കള്ളനാണ്. അപ്പോൾ അള്ളാഹിനെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. അപ്പോൾ യുക്ഷിഫുൽ ഹിജാബു അൻ ഖുലൂബിക്കും ബിഗ്ഫറാനി ദുനൂബി വമഹബിൽ ഉയൂബി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദോഷങ്ങളെ പുറത്തു തരും. അപ്പോൾ അള്ളാഹു നിങ്ങൾ തമ്മിൽ യാതൊരു മറയുമില്ലാതിരിക്കും. ഫയുഖരിക്കും ബിജനാബി ഇസ്സിഹി എന്ന് വയുബബിഉക്കും ഫീ ജിവാരി ഖുദ്സിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധിയുടെ പരിപക്കത്തേക്ക് അവൻ നിങ്ങളെ കൂട്ടും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ എന്ന് ലിമൻ തഹബ്ബബ ഇലൈഹി ബിതആത്തിഹി വത്തിബാഇ റസൂലിഹി. ഖുൽ അത്തിഉല്ലാഹ ഫീമാ യഅ്മുറുക്കും ബിഹി വയൻഹാകും അൻഹു. അള്ളാഹു കൽപ്പിച്ചതിലും മുത്തനബി കൽപ്പിച്ചതിലും വിരോധിച്ചതിലും മുത്തനബിയെ പിൻപറ്റുക, അള്ളാഹുവിനെ റസൂലിനെയും. ഇത്തിബാഉ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ പിൻപറ്റുക എന്നത് റുക്മിൻ മിൻ അർക്കാനിൽ ഈമാന്റെ റുക്കനുകളിൽപ്പെട്ട റുക്കനാണ് ഇത്തിബാഉ റസൂൽ. വശർത്തും ഫീ ഇശ്റാഖി അൻവാരിൽ ഹഖീഖ ഫമൻ ലാ ഇത്തിബാഅ ലഹു ലാ ഉസൂല ലഹു ഇലല്ലാഹ്. ഒരാൾ ഇത്തിബാഅ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ 5 എണ്ണമാണ്. പറഞ്ഞല്ലോ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ 5 എണ്ണമാണ്. പറഞ്ഞിരുന്നു തഖ്വല്ലാഹി തഖ്വൽ ഇലാഹി ബിസിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഖ്വാലി വൽ അഫ്ആലി, വാക്കിലും പ്രവൃത്തിയിലും നബിയെ പിൻപറ്റുക. വൽ ഇറാദു അനിൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാരി, ലാഭം കൊണ്ടെന്നാലും നഷ്ടം കൊണ്ടെന്നാലും ജനങ്ങളെ തൊട്ട് തിരിഞ്ഞളയുക. തിരിഞ്ഞളയെന്ന് പറഞ്ഞാൽ ലാഭത്തിൽ സ്നേഹം കൊണ്ട് മൂടുക, നട്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കുക, അതില്ലാതിരിക്കുക. വൽ ഇറാദു അനിൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാരി. ഞാൻ ക്ലാസ്സിന് ഉദാഹരണം പറഞ്ഞിരുന്നു. എന്ത്? ഗൾഫ് പോയ മകന്റെ കുട്ടികളെ മോറ്റ, ഓട്ടോറിക്ഷക്കാരനായ മകനെ തിരിഞ്ഞു നോക്കാതിരിക്കുക. പാപ്പാരെ പറഞ്ഞിരുന്നില്ലേ? അതൊന്നും ചെയ്യാൻ പാടില്ല. ക്ഷേമത്തിനും ക്ഷാമത്തിനും അള്ളാഹുവിലേക്ക് മടങ്ങുക. 4ാമത്തെ മാർഗം അള്ളാഹ് കുറച്ചെന്നാലും കൂട്ടിത്തന്നാലും തൃപ്തിപ്പെടുക. കുറച്ചെന്നാലും അൽഹംദുലില്ലാഹ്, കൂടുതൽ കിട്ടിയാലും അൽഹംദുലില്ലാഹ്, കിട്ടിയാലും അൽഹംദുലില്ലാഹ്, നഷ്ടം വന്നാലും
അൽഹംദുലില്ലാഹ്. നട്ടം വന്നു, അൽഹംദുലില്ലാഹ്. നയിമണ്ടോ അതന്നെ അൽ വസൂലു ഇലല്ലാഹ്. ഇത് മറക്കരുത്, അത് ഭയങ്കര ആശയപ്പെട്ട ഒരു സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതന്നെ ഉസൂലുൽ വസൂലി ഇലല്ലാഹി ഖംസ. അള്ളാഹുവിൽ എത്തിച്ചേരാനുള്ള അടിസ്ഥാനങ്ങൾ 5 എണ്ണമാണ്. ഉസൂലുൽ വസൂലി ഇലല്ലാഹി ഖംസ. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ, മാർഗങ്ങൾ 5 എണ്ണമാണ്. ഒന്ന് തഖ്വൽ ഇലാഹി ഫി സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. 2 ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഖ്വാലി വൽ അഫ്ആലി, വാക്കിലും പ്രവൃത്തിയിലും റസൂലുള്ളാഹിനെ പിൻപറ്റുക. വൽ ഇറാദ അനിൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാരി, ലാഭം കൊണ്ടുവന്നാലും നഷ്ടം കൊണ്ടുവന്നാലും സൃഷ്ടിയെ എന്ന നിലക്ക് പരിഗണിക്കാതിരിക്കുക. ഓനെ കൊണ്ട് ലാഭം ഉണ്ടാവുമ്പോൾ ഓനെ കൂട്ട, നട്ടാവുമ്പോൾ ഓനെ തിരിഞ്ഞാളെ, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല. ലാഭമായാലും വേണ്ട, നട്ടായാലും പാടില്ല. 5-ാമത്തെ റുജൂഉ ഇലല്ലാഹി ഫി സറായി വൽ ളറായി, ക്ഷാമത്തിനും ക്ഷേമത്തിനും അല്ലാഹുവിലേക്ക് മടങ്ങുക. 10 ഉറുപ്പിക കിട്ടുമ്പോഴത്തേക്കും നിഗളിക്കരുത്. റുജൂഉ ഇലല്ലാഹി ഫി സറായി വൽ ളറായി. 4-ാമത്തത് അവരാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഈ റുജൂഉ ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷാമത്തിനും ക്ഷേമത്തിനും അല്ലാഹുവിലേക്ക് മടങ്ങുക. ക്ഷാമാണെങ്കിലും മടങ്ങുക, ക്ഷേമാണെങ്കിലും മടങ്ങുക. ഒരു പേടിയൊന്നും ഒന്നുമില്ല. ഇപ്പൊ ഭരണാധികാരി മോശമാകുന്നു എന്ന് കാണുമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി, തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ദുആയും കാര്യം എല്ലാവർക്കും ഒരു നന്നാണെന്ന് പൂതി ഉണ്ടായി. അതേതുവരെ ഉണ്ടായി? പിന്നെ നമ്മൾ തന്നെ ഭരിക്കുന്നായി. പിന്നെ എന്തായി? മെയ് 23-ാം തീയതി ആയപ്പോ എന്തായി? അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മളല്ല മറ്റൊരാ ഭരിക്കണം. അന്നൊരു പേടിയായി. 24-ാം തീയതി പേടിയായി. 25-ാം തീയതി പേടി പറ്റ കുറഞ്ഞു. 26-ാം തീയതി കുറഞ്ഞു. ഇപ്പൊ തീരെ പേടില്ല. ഇപ്പൊ എല്ലാരും പറയണത് കഴിഞ്ഞ 5 കൊല്ലം പോലെ തന്നെയാവും. അയാൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതപ്പൊ പറഞ്ഞു. അപ്പുറത്ത് ജമാഅത്ത്, പുറത്ത് പന്തളി, ഇപ്പുറത്ത് പള്ളി ജമാഅത്ത്, അപ്പുറത്തെ ഗ്രൗണ്ട്. അതേ ആജിയമാരെ മക്കൾ കുക്കിച്ച് പന്തളിക്കാം. മഗ്‌രിബിന്റെ ഇശാനി നേരത്തെ ഇവിടെ ഇശാന ജമാഅത്ത്, ഇവിടെ കുക്കുമുളി. ഈ ആജിയമാരെ മക്കൾ പറഞ്ഞ മൂല്യരെ പിച്ചറും. എന്തുകൊണ്ട്? പേടിയില്ല. എന്നാ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പേടി ഉണ്ടായിരുന്നു. ഈ 10 കൊല്ലത്തിനുള്ളിൽ ജനങ്ങൾക്ക് ഏറ്റവും പേടിയുണ്ടായ സമയം എപ്പോഴാണ്? മെയ് 23, 24-ലാണ് ഇവിടെ പേടിയുണ്ടായത്. 25-ന് കുറഞ്ഞു, 26-ന് പറ്റ കുറഞ്ഞു, 27-ന് കുറഞ്ഞു. ഇപ്പൊ പേടിയില്ല, ഒന്നുമില്ല. അതൊക്കെ സാധാരണഗതിയായിരിക്കും. അതല്ല മുഅ്മിനായ മനുഷ്യൻ. മുഅ്മിനായ മനുഷ്യൻ റുജൂഉ ഇലല്ലാഹി ഫി സറായി വൽ ളറായി, ക്ഷാമത്തിലും ക്ഷേമത്തിലും ആരിലേക്ക് മടങ്ങുക? അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇതാണ് 4-ാമത്തെ കാര്യം. 5 ഫില്ലാഹി അനിൽ ഖലീലി വൽ കസീരി, അള്ളാഹുവിൽ തൃപ്തിപ്പെടുക. അനിൽ ഖലീലി വൽ കസീരി, കുറച്ച് തന്നാലും ഏറെ തന്നാലും ആണ് പൊരുത്തപ്പെട്ട്. അത് മതി. ഇന്ന് എത്ര കിട്ടിയുള്ളൂ? അൽഹംദുലില്ലാ. ഇന്ന് കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല, അൽഹംദുലില്ലാ. കിട്ടി, അൽഹംദുലില്ലാ. ഏറെ കിട്ടി, അൽഹംദുലില്ലാ. കുറച്ചാ കിട്ടിയത്, അൽഹംദുലില്ലാ. ഒരു പേടിയില്ല. ഇതൊക്കെ ആര് നടത്തും? അള്ളാഹു നടത്തും. പേടിക്കണ്ട, ഒരു പേടി വേണ്ട. അള്ളാഹു നടത്തി തരും, ഒരു പേടി വേണ്ട. അള്ളാഹു തആല വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഒരു പ്രയാസവും ഇല്ലാതെ ഇത് നടത്തൽ അള്ളാഹ്ക്ക് പ്രയാസമല്ല. അതൊക്കെ അള്ളാഹ് പുഷ്പം പോലെ നടത്തി തരും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അള്ളാഹ്ക്ക് അത് പ്രയാസമല്ല. അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളെ നമ്മളെ ചേർത്ത് തരട്ടെ. ഏറ്റവും വലിയ കൽബിന്റെ ഉള്ളിൽ, കൽബിന്റെ കണ്ണാടിയിൽ അള്ളാഹു ഉണ്ടായിത്തീരുക എന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അവിടേക്ക് നമ്മൾ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹു ഇസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം എന്ന ആയത്തിലേക്ക് അടുത്ത ആഴ്ച കയറും. ഭയങ്കര രസമുള്ള ആയത്താണ്. ഇതിനെ കുറച്ച് ചരിത്രമാണ്, ഭയങ്കര പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ എഴുതിയെടുക്കേണ്ടതുപോലെ എഴുതിയെടുക്കണം. ഓരോരുത്തരും ചില ചരിത്രങ്ങൾ, അവരുടെ തലമുറകൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ആ ചരിത്രത്തിൽ പറയും. അവിടെ ഇനി കുറച്ച് ആയത്തുകൾ വരാൻ പോകുന്നുണ്ട്. ആ ആയത്തുകൾ, അവരുടെ കഥകൾ, അവരുടെ നാമങ്ങൾ, ആ നാമങ്ങളുടെ ഒറിജിനാലിറ്റി, അവരൊക്കെ ആരായിരുന്നു, ഖുർആനിൽ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ അടിസ്ഥാന പേരെന്ത്, ചരിത്രം എന്നൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഇന്നല്ലാഹു ഇസ്തഫ എന്നല്ലേ അടുത്ത ആയത്ത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കും. വളരെ വലിയ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ.
ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا محمد. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وأعلِ كلمتك إلى يوم الدين. اللهم شتت شملهم وفرق جمعهم وفل حدهم وأقلل عددهم واجعل الدائرة عليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من ورثة جنة النعيم. ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിന് ഹജ്ജിന് പോകുന്നവർക്ക് ഒരു പ്രയാസമില്ലാതെ ഹജ്ജ് ചെയ്ത് ഭംഗിയായി മടങ്ങിയാൽ തൗഫീഖ് തരണമേ റബ്ബേ. നിന്റെ അടയാള സ്തംഭങ്ങളിൽ മനോഹരമായി ദുആ ചെയ്ത് നിന്റെ പൊരുത്തം വാങ്ങാനും ഇബാദത്ത് ചെയ്യാനും അവരെ സഹായിക്കണമേ പടച്ചോനെ. നല്ലത് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരുണ്ടാകണമേ തമ്പുരാനെ. എല്ലാ വൃത്തികേടുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണമേ റബ്ബേ. എമ്പാടും ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട് ഓരോ മഹലിൽ നിന്ന്. അത് കാരണമായി ആ മഹലിലും ആ നാട്ടിലും ആ ജില്ലയിലും ആ സംസ്ഥാനത്തും അതിൻ്റെ ബറക്കത്തുണ്ടാകണമേ തമ്പുരാനെ. ഐക്യവും സന്തോഷവും നിലനിർത്തി തരണമേ റബ്ബേ. എല്ലാ ഭയപ്പാടുകളിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമത്തിനെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ഹജ്ജിൻ്റെ ഇടയിൽ പ്രയാസങ്ങളില്ലാതെയും നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. വാഹനങ്ങളൊക്കെ ഭംഗിയായി പോയി ഭംഗിയായി തിരിച്ചു വരണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ കാക്കണമേ തമ്പുരാനെ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ കാക്കണമേ അല്ലാഹ്. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ കാക്കണമേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.